ആ രീതിയിൽ ചൈന നമ്മളെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തി. കാരണം ഒരു സ്ക്രീനിങ് കഴിഞ്ഞപ്പോഴേക്കും മീനാക്ഷിയുടെ ചുറ്റും ആൾക്കാർ കൂടുന്നു, അവർ ഓട്ടോഗ്രാഫ് വാങ്ങുന്നു, ഫോട്ടോ എടുക്കുന്നു. അവര് സത്യത്തിൽ കുറെ പേരൊക്കെ അവൾ ആക്ച്വലി അങ്ങനെ ഒരാളാണ് എന്നുള്ള രീതിയിൽ വരെ ചിന്തിച്ചു. അതുപോലെ കൊറിയയിലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറെ ചോദ്യങ്ങൾ വന്നിരുന്നു. എന്താണ് ഈ റിച്വൽ, എന്താണ് ഈ കോഴിയുടെ അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് വന്നിരുന്നു. ഓസ്ട്രേലിയയിലും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫീഡ്ബാക്കും ഒക്കെ വന്നിരുന്നു. വളരെ അത്ഭുതകരമായിട്ട്, വളരെ യൂണിവേഴ്സൽ ആണ് സിനിമ എന്നുള്ള ഒരു വിശ്വാസത്തെ വീണ്ടും സ്ട്രോങ് ആക്കുന്ന പോലെയായിരുന്നു ആളുകളുടെ ഫീഡ്ബാക്കുകളെല്ലാം. ഒരുപാടുള്ള ഒരു വ്യക്തിയാണ് ശിവരഞ്ജിനി. അപ്പൊ ഇതിലൊരു സോഷ്യൽ ലെയറിംഗ് അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ലെയറിംഗ് എന്ന് പറയുന്ന സംഭവം ചെയ്യുന്ന സമയത്ത് എന്തായിരുന്നു തോട്ട്സ്? വളരെ ഓർഗാനിക് ആയിട്ട് വന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. അതില്ലാതെ നമുക്കൊരു സിനിമ എഴുതാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ഫിലിം തിയേറ്ററിൽ വരികയാണ് ഒരാഴ്ച 28th നവംബർ 28th തിയേറ്ററിൽ വരുന്നു. എന്താണ് പ്രതീക്ഷ? ഓഫ് കോഴ്സ് ഇതിനെ കുറിച്ച് ആ രീതിയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ഇതൊരു അവാർഡ് ഫിലിം എന്നുള്ള നിലയ്ക്ക് കാണാൻ ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല. ഇറ്റ്സ് ലൈക്ക് ഇറ്റ്സ് ഓപ്പൺ, ഇറ്റ് ഹാസ് ഓൾ ദി ഇമോഷൻസ്. അതിൽ ഫണ്ണുണ്ട്. ഒരു അവാർഡ് സിനിമയുടെ അങ്ങനത്തെ വെയിറ്റ് ഒന്നും വിക്ടോറിയക്ക് ഇല്ലാന്ന് തോന്നുന്നു. ഇതൊരു വളരെ സ്വാഭാവികമായിട്ടുള്ള സാധാരണ ആയിട്ടുള്ള ഒരു കഥയാണ്. അതിനകത്തേക്ക് അങ്ങനെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒന്നും, അല്ലെങ്കിൽ ആളുകളെ ഇന്റിമിഡേറ്റ് ചെയ്യുന്ന ഒന്നും സിനിമയ്ക്കില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ അത് ഇഷ്ടപ്പെടുന്ന ഒരു ഓഡിയൻസ് അതിലേക്ക് എത്തുന്നു ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നു. ഈ സിനിമയ്ക്കൊരു സിനിമ ഇഷ്ടപ്പെടുന്ന ഒരു ഓഡിയൻസ് ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരുപാട് സ്ത്രീകൾ കാണണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട് സിനിമ. കൂടുതൽ സ്ത്രീകളിലേക്ക് ഈ സിനിമ എത്തണമെന്നും സാധാരണക്കാരായ സ്ത്രീകൾ ഈ സിനിമ കാണണമെന്നും അവർക്ക് എന്താണ് ആ സിനിമയിൽ നിന്ന് തോന്നുന്നതെന്ന് അറിയാനും ഭയങ്കര ആഗ്രഹമുണ്ട്. ഏറെ ശ്രദ്ധിക്കപ്പെട്ട വിക്ടോറിയയുടെ സംവിധായക ശിവരഞ്ജനി നമ്മുടെ കൂടെയുണ്ട്. IFFKയില് ഫിപ്രസ്കി അവാർഡ് കിട്ടി. ഇപ്പോ കൊൽക്കത്തയില് നെറ്റ് പാക്ക് കിട്ടി. അതിന്റെയൊക്കെ കൺഗ്രാചുലേഷൻസ്. അങ്ങനെ ഒന്നോ രണ്ടോ പറഞ്ഞ പോലെ ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് ഇതിനകം. കൺഗ്രാചുലേഷൻസ് ആൻഡ് വെൽക്കം ടു ദിസ് പ്രോഗ്രാം. താങ്ക് യു സോ മച്ച്. ഐ എം സോ ഹാപ്പി അബൌട്ട് ദിസ്. കാരണം ഒന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട മൂവിയാണ്. വളരെ ലളിതമായിട്ടുള്ള സബ്ജക്ട്, പക്ഷെ അതിന്റെ അകത്ത് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അത് ചെയ്തെടുക്കാൻ കുറെ പ്ലാനിങ് ഉണ്ട്. ഇതൊക്കെ അറിയാം. പക്ഷെ കാണുന്ന ആൾക്ക് വളരെ സിമ്പിൾ ആണ്. എക്സിക്യൂഷൻ ഭയങ്കര സിമ്പിൾ ആയിട്ട് തോന്നും. പക്ഷെ യുനോ ആൻഡ് മീനാക്ഷി ഷെഡെ പോലെയുള്ള ആളുകൾ ഘോരഘോരം ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഐ മീൻ ഇൻ ഡിഫറെന്റ് ഒക്കേഷൻസ്. അങ്ങനെയൊന്നും വെറുതെ ഫ്രീ ആയിട്ട് ഒരു അപ്രിസിയേഷൻ കൊടുക്കുന്ന ഒരാളും അല്ല അവരൊക്കെ. അപ്പോ ഈ വിക്ടോറിയയുടെ സബ്ജക്ട് ആദ്യം പറയുന്നത് ആരോടാ? ആദ്യം പറയുന്നത് അതെനിക്ക് ഓർമ്മയില്ല. എനിക്ക് തോന്നുന്നു എന്റെ ക്ലോസ് ഫ്രണ്ട് അനുവിനോടായിരിക്കും. അനു ഇതിന്റെ സ്ക്രിപ്റ്റ് കൺസൾട്ടന്റും കുറച്ച് ഡയലോഗ്സ് അവൾ എഴുതിയിട്ടുണ്ട് ഇതിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഈ അങ്കമാലി ഡയലക്റ്റ് ഒക്കെ ആക്ടേഴ്സിനെ കുറച്ച് ഹെൽപ്പ് ചെയ്തതൊക്കെ അനുവാണ്. മീനാക്ഷിനെ ആയാലും എല്ലാരെയും ആണെങ്കിലും അനുവിനോടായിരിക്കും എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് ഇതിന്റെ ഒരു മെയിൻ ഐഡിയ ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ജിഷ്ണു ആണ് എന്നോട് സത്യത്തിൽ ഈ കേരള ഗവൺമെന്റിന്റെ ഈ പരിപാടിയിലേക്ക് അയക്കണം നീ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ആ സമയത്ത് ഒരുപാട് കോൺട്രവേഴ്സീസും പ്രശ്നങ്ങളും ഒക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് ഇതിനെക്കുറിച്ച്. അപ്പോൾ ഞാൻ ആക്ച്വലി കുറച്ച് സ്കെപ്റ്റിക്കൽ ആയിരുന്നു. അപ്പൊ അവനാണ് നീ അയക്ക് എന്നുള്ള രീതിയിൽ എന്നെ നിർബന്ധിച്ചതും അയപ്പിച്ചതും ഒക്കെ. അപ്പോൾ ഫ്രണ്ട്സിനോടാണ് ആദ്യം ഷെയർ ചെയ്തത്. അപ്പൊ അവര് ഈ ഒരു വൺ ലൈൻ കേൾക്കുമ്പോൾ തന്നെ ആൾക്കാർ കുറച്ച് എക്സൈറ്റഡ് ആയി. പിന്നെ ഇത് ആക്ച്വലി ഞാൻ ആക്ച്വലി ശരിക്കും എക്സ്പീരിയൻസ് ചെയ്ത ഒരു ഇൻസിഡന്റ് ആയിരുന്നു. ഞാനൊരു പാർലറിൽ അങ്കമാലിയിൽ ചെന്നപ്പോൾ അവിടെ ആക്ച്വലി ഒരു കോഴി ഉണ്ടായിരുന്നു. അപ്പൊ ആ കാര്യമാണ് ഞാൻ എല്ലാവരോടും പറഞ്ഞത്. ഞാൻ ഇങ്ങനെ ഇന്നൊരു കോഴിയെ കണ്ടു, അത് കണ്ടപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റിന്റെ ഒരു സാധനം കിട്ടി. അപ്പോൾ അതങ്ങനെ എഴുതിയാലോ എന്ന് ആലോചിക്കുകയാണ് എന്നൊക്കെ. അത് ആക്ച്വലി ഒരു ചോദ്യമായിരുന്നു എനിക്ക്. അതായത് എങ്ങനെ ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് അറിഞ്ഞു? ഓഫ് കോഴ്സ് ജിഷ്ണു എന്ന് പറഞ്ഞു. സോ അതിലേക്ക് ഒരു സ്ക്രിപ്റ്റ് കൊടുക്കുകയും അതിനുശേഷമുള്ള പ്രോസസ്സ് എന്തായിരുന്നു? അതായത് അവർ ഈ കോൺസെപ്റ്റിനെ ആദ്യമേ തന്നെ അംഗീകരിച്ചോ, അല്ലെങ്കിൽ ഡിസ്കഷൻസ് ഉണ്ടായിരുന്നോ? നമ്മള് അപ്പൊ ഈ പ്രോജക്റ്റിന്റെ മൂന്നാമത്തെയോ നാലാമത്തെയോ എനിക്ക് തോന്നുന്നു കോളായിരുന്നു നമ്മുടെ. കാരണം അഞ്ചാമത്തെ സിനിമയാണ്. ഓരോ തവണ രണ്ട് രണ്ട് സിനിമകൾ എടുക്കുമ്പോൾ. അപ്പോ കോവിഡിന്റെ സമയത്തായിരുന്നു പേപ്പറിൽ ഇതേപോലെ ഇത് കണ്ടിട്ട്. അപ്പൊ എനിക്ക് ഒരുപാട് പേര് അയച്ചു. ഞാൻ ഇങ്ങനെ നീ അയക്കുന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ എന്റെ കയ്യിലെ കുറെ സ്ക്രിപ്റ്റുകളായിട്ടൊന്നും എഴുതാറില്ല, പക്ഷെ വൺ ലൈൻ ആയിട്ട് എഴുതിയിടാറുണ്ട് ഫോണില് നോട്ട്സിലൊക്കെ ആയിട്ട്. അപ്പൊ അങ്ങനെ ഇത് കണ്ടപ്പോ ഞാൻ ഓർത്തു നോക്കി ഇത് ആ ഒരു ആഹ് ഈ ഗവൺമെന്റിന്റെ വിമൻ എംപവർമെന്റ് എന്നുള്ള ഒരു ഐഡിയയിൽ ഫിറ്റ് ചെയ്യുന്ന ഒരു സിനോപ്സിസ് ആയിട്ട് തോന്നി. അതേപോലെ തന്നെ നമുക്കിത്
ഈ ഒരു ബജറ്റിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ക്രിപ്റ്റ് ആയിട്ടും എനിക്ക് തോന്നി. അങ്ങനെ വലിയൊരു സ്കെയിൽ അല്ല, പക്ഷെ നമുക്ക് ഇതിൽ നീറ്റായിട്ട് ചെയ്യാവുന്ന ഒരു സാധനമായിട്ട് തോന്നി. അങ്ങനെയാണ് ഞാൻ ഈ സിനോപ്സിസ് അയക്കുന്നത്. അപ്പൊ ആ സിനോപ്സിസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് അവര് ഒരു 10-15 പേരെ, 15 സ്ത്രീ സംവിധായകരെയും 15 ദളിത് സംവിധായകരെയും ഒന്നിച്ച് വിളിക്കും ഒരു വർക്ക്ഷോപ്പിന്. അങ്ങനെ ആ വർക്ക്ഷോപ്പ് നമുക്ക് ഒരാഴ്ച ഓൺലൈനും ഒരാഴ്ച തിരുവനന്തപുരത്ത് വെച്ചുമായിരുന്നു. വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്തത് ഈ FTA എന്നൊക്കെ പഠിച്ച അമിത് ത്യാഗി, പ്രിയ കൃഷ്ണസ്വാമി, ഇവരൊക്കെ എനിക്ക് തോന്നുന്നു NFTC സ്ക്രീൻ റൈറ്റേഴ്സ് ലാബ് നടത്തി അതിന്റെ ഭാഗമായിട്ടുണ്ട് ഇവരൊക്കെ. അപ്പൊ അവര് വന്നിട്ട് നമുക്ക് ഒരാഴ്ച ഫസ്റ്റ് വീക്ക് നമ്മൾ ഓൺലൈൻ സെഷൻസ് ആയിരുന്നു ഇവരുടെ കൂടെ. എങ്ങനെയാണ് നമ്മളൊരു ട്രീറ്റ്മെന്റ് നോട്ട് എഴുതുക, എങ്ങനെയാണ് നമ്മുടെ ഒരു പിച്ച് ഡെക്ക് പോലെ തയ്യാറാക്കി നമ്മളൊരു ഐഡിയ പിച്ച് ചെയ്യുന്നത് എങ്ങനെയാണ് സ്ക്രിപ്റ്റ് എന്നൊക്കെയുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള വളരെ എൻലൈറ്റനിങ് ആയിട്ടുള്ള ഒരു വർക്ക്ഷോപ്പ് ആയിരുന്നു സത്യത്തിൽ അത്. അതിന്റെ ആ വർക്ക്ഷോപ്പിൽ നമുക്ക് ഓരോരുത്തർക്കും ഓരോ മെന്റേഴ്സിനെയും കിട്ടി. അപ്പൊ എനിക്ക് പ്രിയ കൃഷ്ണസ്വാമി ആയിരുന്നു എന്റെ മെന്റർ. അപ്പോ നമുക്ക് എല്ലാ ദിവസവും അവരുമായിട്ട് നമ്മൾ എഴുതുന്നത് എന്താന്ന് വെച്ചാൽ സംസാരിക്കാം. അപ്പൊ എനിക്ക് പൂർണ്ണമായിട്ടൊരു സ്ക്രിപ്റ്റ് ഇല്ലെങ്കിൽ കൂടിയും ഒരു 10 പേജ് ട്രീറ്റ്മെന്റ് നോട്ട് അവർ കാരണം ഡെവലപ്പ് ചെയ്യാൻ പറ്റി. അത് കൃത്യമായിട്ട് അവർ ഇന്ന കാര്യങ്ങൾ നന്നായിരുന്നു, ഇന്ന കാര്യങ്ങൾ വേണ്ട എന്നൊക്കെയുള്ള കാര്യങ്ങൾ സജഷൻസും. അങ്ങനെ ബൈ ദ എൻഡ് ഓഫ് 2 വീക്സ് നമുക്കൊരു ട്രീറ്റ്മെന്റ് നോട്ട് റെഡി ആയിരുന്നു. ആ ട്രീറ്റ്മെന്റ് നോട്ടും ആ പിച്ച് എന്നുള്ള ഒരു ഐഡിയ ആയിരുന്നു നമ്മൾ അവിടെ തിരുവനന്തപുരത്ത് ചെന്നിട്ട് എല്ലാവരുടെയും മുന്നിൽ, നമ്മുടെ കൂടെ അപ്ലൈ ചെയ്ത ആളുകളുടെയും അതുപോലെ തന്നെ ഈ ജൂറിയുടെയും മുന്നിൽ നമ്മൾ ഇത് പ്രസന്റ് ചെയ്യണം, നമ്മൾ അവതരിപ്പിക്കണമായിരുന്നു ഈ എൻറ്റയർ ട്രീറ്റ്മെന്റ്, നമ്മുടെ സിനിമ എന്താണെന്നുള്ളത്. അതിൽ നിന്നാണ് 5 പേരെ അവര് തിരഞ്ഞെടുത്തിരുന്നത്, 5 സ്ത്രീകളെ, 5 SC ST വിഭാഗത്തിലുള്ളവരെ. അങ്ങനെ ആ 5 പേരോട് ഒരു ദിവസം നമുക്കിങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ കിട്ടാണ്, നിങ്ങളൊരു 15 ദിവസത്തിൽ മുഴുവൻ സ്ക്രിപ്റ്റ് അയക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോഴാണ് ഞാൻ സത്യത്തിൽ ആദ്യമായിട്ട് സ്ക്രിപ്റ്റ് എന്നുള്ളൊരു ഘട്ടത്തിലേക്ക് പോകുന്നത്. ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു ഹോപ്പ്ഫുൾ അല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ സ്ക്രിപ്റ്റ് ഒന്നും എഴുതണ്ട അങ്ങനെ ഒരു മനസ്സിൽ അങ്ങനെ വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പൊ ഈ ഒരു 15 ദിവസം, സത്യം പറഞ്ഞാൽ 15ഉം ഇല്ല, 15 ദിവസത്തിൽ ഫിസിക്കൽ കോപ്പി പ്രിന്റ് ആയിട്ട് KSFDC തിരുവനന്തപുരം ഓഫീസിൽ എത്തണം. അപ്പോ അങ്ങനെ കുത്തിയിരുന്ന് എല്ലാ ദിവസവും ടൈപ്പ് ചെയ്ത് ആണ് സിനിമയുടെ സ്ക്രിപ്റ്റ് എഴുതി. അപ്പൊ ഇതേപോലെ എന്റെ കൂടെ, ഞാൻ IIT ബോംബെയുടെ ഹോസ്റ്റലിലാണ്. അപ്പൊ എന്റെ കൂടെ അനു ഉണ്ട്. എന്റെ അടുത്ത റൂമിലാണ് അനു. അപ്പോൾ അനുവിന്റെ അടുത്ത് ജാം ചെയ്തിട്ടാണ് സ്ക്രിപ്റ്റ് മേജർലി എഴുതുന്നത്. ഞാൻ എന്തെങ്കിലും എഴുതുമ്പോൾ ഇത് കല്ല് കടിക്കുന്നുണ്ടോ, നല്ലതാണോ എന്ന്. അപ്പൊ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു, അങ്ങനെ ഒരാൾ നമുക്കൊപ്പം ഉള്ളതും ഡിസ്കസ് ചെയ്യാനുള്ളതൊക്കെ. അപ്പോൾ ആ സ്ക്രിപ്റ്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ എനിക്ക് തോന്നുന്നു ഒരു 1-2 മാസം കഴിഞ്ഞിട്ടാണ് നമ്മളെ വിളിക്കുക ഒരു ഇന്റർവ്യൂവിന്. അപ്പോൾ അതിനായിരുന്നു പ്രിയനന്ദ സാറും സലീം സാറും ഒക്കെ ഉണ്ടായിരുന്ന ഇന്റർവ്യൂ ആയിരുന്നു നമ്മളെ. അപ്പൊ അതിന് നമ്മളെ വിളിച്ചിട്ട് നമ്മുടെ മുന്നിൽ വെച്ചാണ് സ്ക്രിപ്റ്റ് തുറന്ന് അവര് വായിക്കുക. അതുപോലെ തന്നെ നമ്മളോട് അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറയും എൻ്റെ സ്ക്രിപ്റ്റ്. അതുപോലെ ചില സ്പെസിഫിക് സീനുകൾ എടുത്തിട്ട് നമ്മൾ എങ്ങനെയാണ് വിഷ്വലൈസ് ചെയ്യുന്നത്, എന്താണ് നമ്മളുടെ മൊത്തത്തിലുള്ള ഒരു പ്രൊഡക്ഷൻ ഡിസൈൻ അല്ലെങ്കിൽ സ്റ്റൈൽ എന്താണ്, മൊത്തത്തിൽ പടത്തിന്റെ വിഷ്വൽ ഡിസൈൻ എന്താണെന്നുള്ളതൊക്കെ അവർ ചോദിക്കും. അതിന്റെ ഒപ്പം ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ കൂടി ഉണ്ടായിരുന്നു. പുള്ളി നമ്മളൊരു റഫ് ബജറ്റ് പോലെ കൊണ്ടുവരണമായിരുന്നു, ഈ 1 crore താഴെയായിട്ട്. അപ്പൊ ആ ബജറ്റിൽ ഈ സിനിമ ചെയ്യാൻ പറ്റുമോ, എന്തൊക്കെ കാര്യങ്ങൾ നെഗോഷിയേറ്റ് ചെയ്യണം, എന്തൊക്കെ ഒഴിവാക്കണം, എന്തൊക്കെ വേണം എന്നുള്ളത് അവരും നമ്മളോട് പറഞ്ഞിട്ട്, അങ്ങനെ അതിന്റെ അവസാനമാണ് നമ്മളെ 2 പേരെ തിരഞ്ഞെടുക്കുന്നത്. അപ്പൊ ഓൾമോസ്റ്റ് ഒരു വർഷം നീണ്ട ഒരു പ്രോസസ് ആയിരുന്നു, പല പല ഘട്ടങ്ങളിലായിട്ട്. 2022 മുഴുവൻ തന്നെ ഈ ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. ദീർഘമായിട്ടുള്ള പ്രോസസ് ആണെങ്കിലും നല്ലൊരു ലേണിംഗ് ആണെന്ന് തോന്നുന്നു കേട്ടെടുത്തോളം. ഭയങ്കര ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. ആക്ച്വലി എനിക്ക് ഈ പിച്ച് ഡെക്ക് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് നോട്ട് എഴുതാനോ ഉള്ളൊന്നും ഒരു ധാരണ ഉണ്ടായിരുന്നില്ല. പക്ഷെ പ്രിയയും അമിത് ത്യാഗിയും അവർ രണ്ടുപേരും അവര് ഭയങ്കര നല്ല രസത്തിലുള്ള ടീച്ചേഴ്സാണ്, നമ്മളോട് സംസാരിക്കുന്നതാണെങ്കിലും നമുക്ക് തരുന്ന സജഷൻസ് ആണെങ്കിലും. ഈ 1 ലൈൻ വളരെ എക്സൈറ്റിംഗ് ആയിരുന്നു എല്ലാവർക്കും. എനിക്കത് ഓർമ്മയുണ്ട്. ഈ സിനിമയെ കുറിച്ച് ഞാൻ പറയുമ്പോൾ തന്നെ ഒരു ബ്യൂട്ടി പാർലറിൽ ഒരു പൂവൻകോഴി, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ എല്ലാവരും വളരെ എക്സൈറ്റഡ് ആയിരുന്നു. അപ്പൊ ഇത് കൺവിൻസ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല പ്രോജക്റ്റിന്. അല്ല, അത് ഈ പറഞ്ഞ പോലെ 1 ലൈൻ വളരെ യുണീക്ക് ആണ്. ഈവൻ ദ പ്രസന്റേഷൻ ഓൾസോ, ആൻഡ് യു ഹാവ് ലെഫ്റ്റ് തിങ്സ് ഫോർ ഇന്റർപ്രിട്ടേഷൻ. അതിന്റെ ഒരു ബ്യൂട്ടിയും ഉണ്ട്. NID-യിലാണ് ഫിലിം മേക്കിങ്ങിന്റെ ഒരു സംഭവം. അപ്പൊ എഡ്യൂക്കേഷൻ, ഈ ഫിലിം മേക്കിംഗ് ഏത് സമയത്താണ് മനസ്സിൽ കയറുന്നത്? ആൻഡ് ആഫ്റ്റർ NID ടിൽ വിക്ടോറിയ, അതിന്റെ ഒരു പ്രോസസ് എങ്ങനെയായിരുന്നു? ഞാനൊരു ഹൈസ്കൂളൊക്കെ പഠിക്കുമ്പോൾ തൊട്ട് എനിക്കിങ്ങനെ സിനിമ എന്നൊക്കെ ഒരു താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞാനിങ്ങനെ സിനിമാറ്റോഗ്രാഫി പഠിക്കണം എന്നൊക്കെ ആയിരുന്നു ആഗ്രഹം. കാരണം നമ്മൾ വിചാരിക്കുന്ന ക്യാമറ ചെയ്യുന്നവർക്കാണ് ഇതിൻ്റെയൊക്കെ കൺട്രോൾ എന്നായിരുന്നു
പിന്നീടാണ് ഡയറക്ടറാണ് ഇതിന്റെ ഒരു തീരുമാനങ്ങൾ എടുക്കുന്ന ആളും വിഷ്വൽ കാര്യങ്ങളിലൊക്കെ കൂടുതൽ കൺട്രോളും ഡയറക്ടർ തീരുമാനമാണെന്ന് മനസ്സിലാക്കി പിന്നെയാണ് ഞാൻ ഓർത്തെ ഓക്കെ. അപ്പോ എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ സ്കൂളിലൊക്കെ എന്താവണം എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാനിങ്ങനെ എനിക്ക് ഫിലിം മേക്കർ ആവണം ഡയറക്ടർ ആവണം എന്നൊക്കെ പറയുന്നു ഓർക്കുന്നുണ്ട്. പക്ഷെ അന്നൊന്നും ഇത് അത്ര സീരിയസ് ആയിട്ട് മനസ്സിലാക്കിയിരുന്നില്ല അതെന്താണെന്നുള്ളത്. ഒരു +2 ഒക്കെ കഴിയുന്ന സമയത്ത് ഇതുപോലെ വിഷ്വൽ കമ്മ്യൂണിക്കേഷനോ മീഡിയോ അങ്ങനെ എന്തെങ്കിലും കോഴ്സുകൾ ഡിഗ്രിക്ക് പഠിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ വീട്ടില് എല്ലാവരും പറഞ്ഞു ഇങ്ങനെ ഒരു എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് അതാണല്ലോ ഇപ്പൊ ഒരു എന്തൊരു മിഡിൽ ക്ലാസ് ആങ്സൈറ്റിയുടെ ഒരു. അപ്പൊ അങ്ങനെ എഞ്ചിനീയറിംഗ് കുസാറ്റിൽ അഡ്മിഷൻ കിട്ടി. അങ്ങനെയാണ് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലാണ് ഞാൻ എഞ്ചിനീയറിംഗ് പഠിച്ചത്. കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു. അപ്പൊ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ ഒരു ഫൈനൽ ഇയർ ഒക്കെ പഠിക്കുന്ന സമയത്താണ് ഞാനിങ്ങനെ ആക്ച്വലി വീട്ടിലും പിന്നെ എന്റെ ചേച്ചിയും ഭയങ്കര സപ്പോർട്ടായിരുന്നു. ആക്ച്വലി ഒരു മാസ്റ്റേഴ്സ് ഫിലിം മേക്കിംഗിൽ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് ചേച്ചിയാണ് സത്യത്തിൽ ഫൈനൽ ഇയറിൽ തന്നെ എന്നെ കൊണ്ട് NIDയും അല്ലെങ്കിൽ അങ്ങനെ അപ്ലൈ ചെയ്യാനൊക്കെ പറഞ്ഞു. അപ്പൊ ആ സമയത്ത് ഞാൻ നോക്കുമ്പോൾ ഇപ്പൊ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അല്ലാതെ വേറെ ഏതൊക്കെ സ്ഥലങ്ങളിലാണ് ഫിലിം കോഴ്സുകൾ ഉള്ളതെന്ന് അങ്ങനെ തപ്പിപ്പോയപ്പോഴാണ് NID കാണുന്നത്. അപ്പോൾ NID അപ്ലൈ എക്സാം എഴുതി അങ്ങനെ അപ്ലൈ ചെയ്ത് NID എനിക്ക് തോന്നുന്നു ആദ്യം റിസൾട്ട് വരുന്ന ഒരു എക്സാമിൽ ഒന്നാണ്. അപ്പൊ അങ്ങനെ എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു എഞ്ചിനീയറിംഗ് വൈവ കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് NIDയുടെ റിസൾട്ട് വന്നു. അങ്ങനെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ അടുത്ത മാസം തന്നെ ഞാൻ NIDയിൽ ജോയിൻ ചെയ്യായിരുന്നു. NID ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. ഞാൻ കേരളത്തിൽ മാത്രം നിന്നിട്ട് നമ്മൾ പുറത്തുപോയി ആദ്യമായിട്ട് പഠിക്കുന്നതിന്റെയും ഒരുപാട് ആളുകളെ കാണുന്നതിന്റെയും അതുപോലെ ഡിസൈനിന്റെ ബേസിക് എഡ്യൂക്കേഷൻ തന്നെ ഭയങ്കര നന്നായി തോന്നി. മൊത്തത്തിൽ നമുക്ക് നമ്മൾ ലോകത്തിനെയും ഒക്കെ കാണുന്ന രീതി ഒരുപാട് മാറി അവിടെ ചെന്നതിന് ശേഷം. NID കോഴ്സ് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നാൾ ഒരു 2-3 വർഷം 2 വർഷം ഒരു ഫ്രീലാൻസ് എഡിറ്റർ ആയിട്ട് പല പല പ്രോജക്ട്സിൽ ചെയ്യായിരുന്നു. വീഡിയോസും ഡോക്യുമെന്ററീസും ഒക്കെ എഡിറ്റിംഗ് ആയിരുന്നു. ആ ഒരു സമയത്താണ് കുറച്ച് ഫിലിം തിയറിയോടൊക്കെ ഇൻട്രസ്റ്റ് തോന്നിയിട്ട് ഞാൻ PhD പെർസ്യൂ ചെയ്യാം. പിന്നെ ബോംബെയിലാണ്. ബോംബെ IITയിൽ കിട്ടുവാണെങ്കിൽ അവിടെ നമുക്കൊരു റൂം ഉണ്ടാവും. ബോംബെയിൽ ഒരുപാട് സാധ്യതകളുണ്ടല്ലോ. ഒരുപാട് സ്ക്രീനിങ്ങുകളും വർക്ക്ഷോപ്സും ഒക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ് ബോംബെ സിനിമ ആയിട്ട് റിലേറ്റഡ് ആയിട്ട്. അപ്പൊ അവിടെ നിൽക്കാൻ പറ്റും ഒരു ക്യാമ്പസിൽ എന്നൊക്കെ ഉള്ള ഒരു സിനിമ കാണാൻ വായിക്കാം ഒരു സമയം നമുക്ക് കിട്ടാണ്. സ്റ്റൈപ്പൻഡും ഉണ്ട്. അങ്ങനെ വളരെ പ്രാക്ടിക്കലായിട്ട് എടുത്ത ഡിസിഷനാണ് PhD. അങ്ങനെ PhDക്ക് ജോയിൻ ചെയ്തു. 1-2 വർഷം കഴിഞ്ഞിട്ടാണ് കോവിഡ് വരുന്നത്. PhD ജോയിൻ ചെയ്ത് 2 വർഷം കഴിഞ്ഞ് കോവിഡ് വന്ന് നാട്ടിൽ നിൽക്കുന്ന സമയത്താണ് വിക്ടോറിയയുടെ ഇത് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ PhD ചെയ്യുന്ന സമയത്ത് ഇതുപോലെ പ്രാക്ടീസ് വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. സിനിമ ചെയ്യുക ഒരുപാട് ആളുകളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു കാര്യമാണല്ലോ PhD എന്ന് പറഞ്ഞാൽ. നമ്മൾ ഒരു ലാപ്ടോപ്പിന് മുന്നിൽ ഇങ്ങനെ ഇരിക്കുക വായിക്കുക എന്നുള്ളത് എഴുതുക എന്നല്ലാതെ ഒരുപാട് ആളുകളുടെ കൂടെ ടീമായിട്ട് വർക്ക് ചെയ്യുന്നത് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അത് തിരിച്ചു തന്നു വിക്ടോറിയ വന്നതോടുകൂടി. കൂട്ടത്തിൽ ചോദിക്കട്ടെ, ഈ PhDയുടെ സബ്ജക്ട് എന്താ? എന്റെ PhD ഹൈബ്രിഡ് സിനിമകളെ കുറിച്ചാണ്. ഡോക്യുമെന്ററി ഫിക്ഷനും ഒക്കെ ഒന്നിച്ച് വരുന്ന നോൺ ഫിക്ഷൻ ഫിക്ഷൻ സിനിമകൾ ഒന്നിച്ച് വരുന്ന ഹൈബ്രിഡ് ഡോക്യുമെന്ററീസ് അല്ലെങ്കിൽ ഹൈബ്രിഡ് സിനിമകളെ കുറിച്ചാണ്. മോസ്റ്റ്ലി ഗ്ലോബൽ സൗത്തിലെ സൗത്ത് ഏഷ്യയിൽ നിന്നുള്ള അല്ലെങ്കിൽ ഈസ്റ്റ് ഏഷ്യയിൽ നിന്നുള്ള ഹൈബ്രിഡ് സിനിമകളെ കുറിച്ചുള്ള റിസർച്ചാണ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ അതിന് എടുത്ത റെഫറൻസസ് ഒക്കെ ഇഫ് അറ്റ് ഓൾ ഇറ്റ് ഈസ് റിവീൽ ചെയ്യാവുന്നതാണെങ്കിൽ. മോസ്റ്റ്ലി നോക്കുന്നത് ഇപ്പോ കിയാറോസ്താമിയുടെ ഒക്കെ ക്ലോസപ്പ് പോലെ അല്ലെങ്കിൽ ജാഫർ പനാഹിയുടെ ഒക്കെ സിനിമകളിൽ അവര് ഒന്നാമത് അവിടെ സെൻസർഷിപ്പ് ഒക്കെ കാരണം ഡോക്യുമെന്ററീസ് ചെയ്യാൻ അവർക്ക് പറ്റില്ല. അപ്പൊ അവർക്ക് ഫിക്ഷണലായ ഒരു ഫോം സ്വീകരിക്കേണ്ടി വരുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള സിനിമകളിൽ ഡയറക്ടേഴ്സ് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഡിസിഷനിലേക്ക് എത്തുന്നത്, അതിന്റെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള സോഷ്യോ പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്. വെറും എസ്തെറ്റിക് ചോയ്സ് മാത്രമല്ല യൂറോപ്പിലെ ഫിലിം മേക്കേഴ്സിന്റെ പോലെ ഒരു എസ്തെറ്റിക് ചോയ്സിന്റെ പുറത്ത് മാത്രമല്ല ഫിക്ഷൻ വരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കൂടുതൽ ചോദ്യങ്ങളും കുറച്ച് ഫിലോസഫിക്കൽ ആയിട്ട് അതിനെ കാണുന്നതിലും അത്തരത്തിലുള്ള ഒരു ഇതിലാണ് എന്റെ റിസർച്ച് പോകുന്നത്. ജാഫർ പനാഹിയെ കുറിച്ച് ഒരു ഡോക്യുമെന്ററി ചെയ്ത് ഞാൻ FTIയിൽ പോയപ്പോ ഞാൻ കണ്ടായിരുന്നു. ശ്രീമോയ് സിംഗിന്റെ ഫിലിമാണോ? എന്താ പേര്? ശ്രീമോയ. രസമുണ്ടായിരുന്നു. ഹാപ്പി അവരുടെ ആലീസ്. അതെ മ്യൂസീഷ്യൻ അതെ അതെ കൂടിയാണ് ഉണ്ടാവും. അതെ അതെ നല്ല രസമുണ്ട് ആ സിനിമ. നല്ല അവർ ഇറാനിൽ പോയി അങ്ങനെ ചെയ്തു എന്നുള്ളത് ഭയങ്കര. ये दिल मीगे बेराम बेराम ये दिलाम मीगे नरम नरम तोगत ना दारे दिलाम दिलाम बीतो चकुनाम
ഇപ്പൊ ഈ ഒരു കോൺസെപ്റ്റ്, വിക്ടോറിയയുടെ കോൺസെപ്റ്റ് വന്നു. ഒരുപക്ഷെ ഏതെങ്കിലും ഒരു ബ്യൂട്ടി പാർലർ കുറച്ച് പോഷായിട്ടുള്ളതിൽ പോയിട്ട് ഈസി ആയിട്ട് ഷൂട്ട് ചെയ്യാമായിരുന്ന കാര്യമാണ്. പക്ഷെ മീനാക്ഷിയായിട്ട് സംസാരിച്ചപ്പോഴും പറഞ്ഞു യു ഹാഡ് എ വെരി ഗുഡ് പ്ലാൻ, മിനിയേച്ചേഴ്സ് വെച്ചിട്ടുള്ളൊരു മൂവ്മെന്റിനെ കുറിച്ചും ഒക്കെ. അത് കണ്ടപ്പോൾ മീനാക്ഷിക്ക് ആദ്യം മനസ്സിലായില്ല, പക്ഷെ ചെയ്തു വന്നപ്പോ ആൻഡ് യു ഹാഡ് എ ക്ലിയർ പ്ലാനിങ് ആസ് ഇൻ ആദ്യം മിററൊക്കെ തുടയ്ക്കുക, അങ്ങനെയുള്ള സംഭവങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ട് ആ ഫെമിലിയാരിറ്റി വരുത്തി ചെയ്യാന്നുള്ളൊരു രീതി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. സോ ഹൗ ഡു യു കം ടു ദാറ്റ് ആസ് ഇൻ ഒരു സെറ്റ് ഇടണം? ഇത് സ്വാഭാവികമായിട്ട് എല്ലാവരും വിചാരിക്കുക ഇതൊരു ബ്യൂട്ടി പാർലർ തന്നെ ആയിരിക്കാം, പക്ഷെ ഒരു പക്ഷെ ഇന്ററാക്ഷനിൽ പറഞ്ഞിട്ടുണ്ടാവും. സോ ഇഫ് യു കുഡ് എക്സ്പ്ലെയിൻ ആസ് ഇൻ ഹൗ ദിസ് കോൺസെപ്റ്റ് ഓഫ് സെറ്റ് ഇട്ട് ഇങ്ങനെ ആയിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യണമെന്നൊക്കെയുള്ള തീരുമാനം. അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ സ്ക്രിപ്റ്റിന്റെ കൂടെ എനിക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഒരു ആർക്കിടെക്ട് ഫ്രണ്ടിന്റെ കൂടെ ഇരുന്നിട്ട് ഒരു പ്ലാൻ നമ്മൾ വരച്ചിരുന്നു. അപ്പോൾ എനിക്ക് ഇങ്ങനെയാണ്, ഇന്ന റൂമുകളാണ് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് ഉണ്ടായിരുന്നു. കാരണം അതെനിക്ക് തോന്നി സിനിമയുടെ ഭാഗമാണ്, സ്ക്രിപ്റ്റിന്റെയും കൂടി ഭാഗമാണ് ആ റൂമുകളും ആ നടത്തവും അതിൻ്റെ ഉള്ളിൽ കിടന്നുള്ള അവളുടെ ആ ഒരു ജേർണി എന്ന് പറയുന്നത്. അപ്പൊ അത് ക്ലിയർ ആയതുകൊണ്ട് എനിക്ക് തോന്നി അത്തരത്തിലുള്ള ഒരു സ്പേസ് നമുക്ക് കിട്ടുക ബുദ്ധിമുട്ടായിരിക്കും. അത് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത് എന്നുള്ള രീതിയിലായിരുന്നു. അപ്പൊ ഞാൻ ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്ത എല്ലാവരും എൻ്റെ ഫ്രണ്ട്സ് ആണ്, ഡയറക്ടർ ആണെങ്കിലും സിനിമാറ്റോഗ്രാഫർ ആണെങ്കിലും ഒക്കെ. അപ്പൊ അവരായിട്ട് സംസാരിച്ചപ്പോൾ പിന്നെ KSFDCയും കുറച്ച് നമുക്ക് നെഗോഷിയേറ്റ് ചെയ്തിട്ട് പിന്നെ അത് സമ്മതിച്ചു. പിന്നെ ചിത്രാഞ്ജലി സ്റ്റുഡിയോ നമ്മുടെ കയ്യിലുണ്ടല്ലോ, അങ്ങനെ ഒരു സ്പേസ് കിട്ടുകയാണെന്നുള്ളത് കൊണ്ട് ഞാൻ വിചാരിച്ചു അത് എന്തായാലും ഉപയോഗിക്കണം. അത് ഇനി അത് കിട്ടണം എന്നില്ല. ഞാൻ NID പഠിക്കുന്ന സമയത്തും നമുക്ക് തീരെ ബജറ്റ് ഇല്ലാണ്ടാണ് നമ്മൾ സിനിമകൾ ചെയ്തിരിക്കുന്നത്. 5000 രൂപയ്ക്കോ 6000 രൂപയ്ക്കൊക്കെ ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് ഇത്രയെങ്കിലും ഒരു ബജറ്റിൽ ഒരു സിനിമ ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ സെറ്റ് ഇടാന്നുള്ളത് സങ്കല്പിക്കാൻ പോലും പറ്റുന്നത് ആദ്യമായിട്ടാണ്. അപ്പൊ അത് എന്തായാലും ഉപയോഗിക്കണം എന്ന് തോന്നി. അപ്പോൾ എൻ്റെ ആർട്ട് ഡയറക്ടർ അബ്ദു ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്. അവൻ ഏകദേശം ഒരു മാസത്തോളം ട്രിവാൻഡ്രത്ത് നിന്നിട്ടാണ് നമ്മൾ മൊത്തം അത് ചെയ്തെടുക്കുന്നത്. പല പല പഴയ ബ്യൂട്ടി പാർലേഴ്സിലൊക്കെ പോയിട്ട് അവരുടെ സാധനങ്ങൾ സോഴ്സ് ചെയ്യാം. അതുകൊണ്ടാണ് ഈ ബജറ്റിൽ നമുക്കത് ചെയ്തെടുക്കാൻ പറ്റിയത്. ഭയങ്കര സ്മാർട്ടായിട്ടുള്ള കുറെ ഡിസിഷൻസ് അവനും ടീമും കൂടെ ചെയ്തത് കൊണ്ടാണ്. അപ്പൊ ആ പ്ലാൻ ഓൾറെഡി ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് അവനാണ് മിനിയേച്ചർ നമുക്ക് ഉണ്ടാക്കി തന്നെ, എനിക്കും ആനന്ദിനും. നമ്മൾ ട്രിവാൻഡ്രത്തല്ലായിരുന്നു, നമ്മൾ എറണാകുളത്തായിരുന്നു. അപ്പൊ നമുക്കിത് ഈ ഒരു കൊറിയോഗ്രാഫിയും മൊത്തത്തിലുള്ള പടത്തിന്റെ ബ്ലോക്കിംഗ് ഒക്കെ പ്ലാൻ ചെയ്യാനായിട്ട് അവൻ ചെയ്തു തന്നാണ് അത്. അങ്ങനെ പിന്നെ സിങ് സൗണ്ട് ചെയ്യുന്നതും കൂടി കൊണ്ടാണ് എനിക്കത് ഹെൽപ്ഫുൾ ആയി. ശരി, സത്യത്തിൽ നമുക്ക് കുറച്ചുകൂടി കൺട്രോൾ ഉണ്ട്. സിങ് സൗണ്ട് ചെയ്ത കലേഷാണ്. അപ്പൊ കലേഷിനും എനിക്ക് തോന്നുന്നു അത് ഭയങ്കര, അവൻ SRFTയിൽ പഠിച്ചാണ്. അപ്പോൾ അവൻ ഒത്തിരി വർക്ക് ചെയ്തിട്ടുണ്ട് ഇത്തരത്തിലുള്ള സെറ്റ് പരിപാടികളിലൊക്കെ. അപ്പൊ അവനും എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടെ കുറെ ഇൻപുട്സ് തരാൻ പറ്റി നമുക്ക്, എങ്ങനെയാണ് സൗണ്ട് പ്രൂഫ് ചെയ്യുക എന്നുള്ളത്. നമ്മൾ നമ്മുടെ ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസ് വെച്ചിട്ട് അത് മിനിമലായിട്ട് സൗണ്ട് പ്രൂഫ് ചെയ്യാനും പറ്റി നമുക്ക്. അപ്പോൾ എല്ലാത്തിലും ഒരു ടീം എഫേർട്ടിലാണ് അത് ആ ഒരു ഡിസിഷൻ എടുത്തത്. കുറച്ച് റിസ്കിയാണ് സത്യം പറഞ്ഞാൽ. ആരും അങ്ങനെ ഫസ്റ്റ് ഇതിലൊക്കെ അത് ചെയ്യാൻ കുറച്ച് റിസ്ക് ആണ്. അപ്പോൾ ഞാൻ പിന്നെ അതങ്ങനെ ചെയ്തു. രഞ്ജിനി മറ്റ് അവസരങ്ങളിൽ പറയുന്നതിന്റെ വോയിസ് കേട്ടിട്ടുള്ളപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതൊരു നല്ലൊരു കേസ് സ്റ്റഡിയാണ് ഈ ഒരു പ്രോജക്റ്റ്. എനിക്കറിയില്ല, ഒരു സിനിമ പഠിക്കുമ്പോൾ ക്യാമറ മൂവ്മെന്റ് ഒക്കെ അത്രത്തോളം ഡീപ്പായിട്ട് പഠിക്കുമോ? കാരണം ഇതിന്റെ ഒരു വിഷ്വലൈസേഷൻ ഉണ്ടല്ലോ. അപ്പോൾ സെറ്റ് ഇടുമ്പോൾ ക്യാമറ മൂവ്മെന്റ് പോലും കൺസിഡർ ചെയ്തിട്ടാണല്ലോ അത് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഈവൻ അതെ അതെ I heard you saying that some of the post അതെ production അതെ 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 കുറച്ച് എക്സ്റ്റെൻസീവ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ഇഫ് അറ്റ് ഓൾ സംതിങ് ക്യാൻ ബി റിവീൽഡ് അബൌട്ട് ദാറ്റ്. ഐ തിങ്ക് ക്യാമറ മൂവ്മെന്റിനെ കുറിച്ചുള്ള ഒരു സ്റ്റഡി ആൻഡ് പോസ്റ്റ് പ്രൊഡക്ഷനുള്ള ആപ്ലിക്കേഷൻസ്. നമ്മൾ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ കുറച്ച് ക്യാമറ വിഷ്വലൈസ് ചെയ്യുന്നുണ്ടല്ലോ ഓൾറെഡി, നമ്മൾ സ്ക്രീൻ പ്ലേയിൽ വിഷ്വലൈസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിന്റെ ഒരു പ്രാക്ടിക്കാലിറ്റിയും അതിന്റെ ഒരു സാധ്യതകളൊക്കെ നമുക്ക് കൃത്യമായിട്ട് ഒന്ന് നമ്മുടെ സിനിമാറ്റോഗ്രാഫറായിട്ടുള്ള ഡിസ്കഷൻ ചെയ്യുന്നു. പിന്നീട് നമ്മൾ സെറ്റിൽ ആക്ച്വലി പോയി കഴിയുമ്പോഴാണ് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവുന്നത്. നമുക്ക് സെറ്റിന്റെ കംപ്ലീറ്റ് ജോലി കഴിയുന്നത് സിനിമയുടെ ഷൂട്ടിന്റെ അന്നാണ്. സത്യത്തിൽ അന്ന് രാവിലെയാണ് കഴിയുന്നത്. അപ്പൊ അത് അവിടെ പോയി അങ്ങനെ ഒരു പ്രാക്ടീസ് ചെയ്യല് പോസിബിൾ ആയിരുന്നില്ല. അതേപോലെ തന്നെ ലൈറ്റിങ്ങും ഒക്കെ വേണം. അതൊരു വെയർഹൗസ്. അവിടെ ചെന്നിട്ടാണ് നമ്മൾ കുറെ സാധനങ്ങൾ ഇംപ്രൊവൈസ് ചെയ്തതും കുറെ കാര്യങ്ങൾ ഓൺ ദ സ്പോട്ടിൽ ഡിസിഷൻസ് എടുക്കേണ്ടി വന്നിട്ടുണ്ട്. പല നമ്മുടെ ബജറ്റിന്റെ ലിമിറ്റേഷൻസും, ഇപ്പൊ ചില എക്യുപ്മെന്റ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല, സാധനം സിങ് സൗണ്ട് ഉള്ളതുകൊണ്ട് ആ എക്യുപ്മെന്റ് ഉപയോഗിക്കാൻ പറ്റില്ല. അങ്ങനത്തെ പല 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 ഡിസിഷൻസ് നമ്മൾ ഓൾറെഡി തീരുമാനിച്ച് വന്നാലും ആ സ്പോട്ടിൽ മാറണം. അപ്പോൾ എനിക്ക് ഭയങ്കര ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് ഉറപ്പാണ് ആനന്ദിനും വളരെ ലേണിംഗ് എക്സ്പീരിയൻസ്. ഞങ്ങൾ രണ്ടുപേരുടെ ആദ്യത്തെ സിനിമയാണ്. അപ്പൊ നമ്മൾ ഇതിലൂടെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ഇന്ന പ്രശ്നങ്ങളാണ് ഫേസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ പിന്നെ മിറർ വലിയൊരു ചലഞ്ചായിരുന്നു. മിറേഴ്സ് വരുമ്പോൾ മിറേഴ്സിന് നമ്മൾ പോസ്റ്റിൽ ക്ലീനപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി മാക്സിമം അത് കുറയ്ക്കുക,
എന്നുള്ള രീതിയിൽ വളരെ സ്മാർട്ടായിട്ടുള്ള മൂവ്മെന്റ്സ് ഡിസൈഡ് ചെയ്യുക. ഈ ആക്ടേഴ്സും ക്യാമറ ടീമും സൗണ്ട് ടീമും ഒരു കെമിസ്ട്രി ഡെവലപ്പ് ചെയ്യണം, കാരണം അവരൊരു താളത്തിൽ പോയില്ലെങ്കിൽ അടിയാവും അവിടെ. അപ്പൊ അത്തരത്തിൽ വളരെ വളരെ വലിയ ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് തോന്നുന്ന സിനിമ. നമ്മള് ഞാൻ പഠിക്കുന്ന സമയത്ത് ചെയ്തേക്കുന്ന കാര്യങ്ങളെക്കാൾ വളരെ ഡിഫറെന്റ് ആയ കാര്യങ്ങളാണ് ഇപ്പൊ ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് എനിക്കതൊരു ഫിലിം സ്കൂളായിരുന്നു സത്യത്തിൽ, അവിടെ ചെയ്യലും അങ്ങനത്തെ മനസ്സിലാക്കലുകളും ഒക്കെ ആയിട്ട്. ഈ അവസരത്തിൽ കുറച്ച് പേര് ഇപ്പൊ അപ്പുവിന്റെക്കാരും ആനന്ദിന്റെ ജസ്റ്റ് മെൻഷൻ ചെയ്തു. പക്ഷെ ഐ തിങ്ക് ക്രൂവിനെ ഒന്ന് പരിചയപ്പെടുത്തുന്നത് നല്ലതായിരിക്കും. പലപ്പോഴും ചെയ്തിട്ടുണ്ടാവും ഓൾറെഡി സ്ക്രീനിങ്ങിന്റെ അതെ അതെ. സമയത്ത്, ബട്ട് അറ്റ്ലീസ്റ്റ് ഫോർ ദോസ് ഹു ഹാവ് നോട്ട് ഗോട്ട് ടു മീറ്റ് ദം. അപ്പൊ എന്റെ സിനിമാറ്റോഗ്രാഫർ ആനന്ദ് രവി, സിംഗ് സൗണ്ട് റെക്കോർഡിംഗ് ചെയ്തത് കലേഷ് ലക്ഷ്മൺ, അബ്ദുൽ ഖാദർ ആണ് ആർട്ട് ഡയറക്ടർ ആൻഡ് പ്രൊഡക്ഷൻ ഡിസൈൻ, മ്യൂസിക് ചെയ്തേക്കുന്ന അഭയ്ദേവ് പ്രഫുൽ, VFX ദീപക് ശിവൻ ആണ് ചെയ്തിരിക്കുന്നത്. അതെല്ലാരും എൻ്റെ ക്ലോസ് ഫ്രണ്ട്സ് തന്നെയാണ്. എല്ലാവരുടെയും ആദ്യത്തെ സിനിമ കൂടിയാണിത്. എഡിറ്റ് പറഞ്ഞോ? ഞാൻ പെട്ടെന്ന് എന്റെ അറ്റൻഷൻ പോയി. എഡിറ്റ് ഞാൻ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഈ സിനിമയുടെ. പിന്നെ സൗണ്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ചിത്രാഞ്ജലിയിലുള്ള രാധാകൃഷ്ണൻ സാറും സ്മിജിത് സാറുമാണ്. സൗണ്ട് മിക്സും ചിത്രാഞ്ജലി തന്നെയാണ്, അനൂപ് തിലക് എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് എല്ലാം ചിത്രാഞ്ജലിയിലാണ് ചെയ്തിരിക്കുന്നത്. ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്യുന്നവരാണ് എല്ലാം ചെയ്തിരിക്കുന്നത് പോസ്റ്റ് പ്രൊഡക്ഷൻ. ഇതില് പല ഘട്ടങ്ങളില് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ആദ്യത്തെ ബാച്ച് ഓഫ് KSFDC പ്രൊഡക്ഷനിലുള്ള അത്ര ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവില്ല. ഐ എം നോട്ട് അണ്ടർ എസ്റ്റിമേറ്റിംഗ് എനിത്തിങ്, ബട്ട് ഒരു ന്യൂ ഫിൽം മേക്കർക്കുള്ള ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. എന്നാലും ഒരു നമ്മളെ ബുദ്ധിമുട്ടിച്ച അല്ലെങ്കിൽ മനസ്സിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു, അത് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, അങ്ങനെ എന്തെങ്കിലും ചാലഞ്ചസ് ഉണ്ടായിരുന്നോ? ഒരു ഡിലേ പോലെ നമുക്ക് ഉണ്ടായിരുന്നു, പല കാര്യങ്ങളും ചെയ്തെടുക്കാൻ ഡിലേസ് ഉണ്ടായിരുന്നു. അതെനിക്ക് തോന്നുന്നു ഇതിന്റെ ഒരു ഭാഗമാണ്. ഇങ്ങനത്തെ ഒരു സിസ്റ്റത്തിൽ നിന്ന് വർക്ക് ചെയ്യുമ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ, പിന്നെ കുറെ ടെൻഡർ വിളിക്കുക, അങ്ങനത്തെ കുറെ പേപ്പർ വർക്കുകൾ ഇൻവോൾവ് ആണ്. അപ്പൊ ആ പേപ്പർ വർക്കുകളും സിനിമ എന്നുള്ളൊരു മീഡിയം ആയിട്ട് ഒരു ഇച്ചിരി ക്ലാഷ് വരും. ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പിൽ നിന്നിട്ട് സിനിമ ചെയ്യുന്നതിന്റെ എല്ലാ ബുദ്ധിമുട്ടുകളും നമുക്കുണ്ടായിരുന്നു. 2023 സിനിമയുടെ ഷൂട്ട് കഴിയുന്നത്. 24 അവസാനമാണ് നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റുന്നത്. ഏതാണ്ട് 1.5 വർഷം നമുക്ക് ഗ്യാപ്പ് വന്നു. അതായത് VFXന്റെ ആളെ അസൈൻ ചെയ്യാനും VFXന്. അപ്പോൾ അങ്ങനെ ഫണ്ടും പേപ്പർ വർക്കും പിന്നെ ഈ ജോലി അസൈൻ ചെയ്യുന്നതിലുള്ള ഡിലേയും, അതും നമുക്ക് അങ്ങനെ പെർട്ടിക്കുലർലി ഒരാളെ കുറ്റപ്പെടുത്തുന്ന ഒരു സംഭവമേ അല്ല അത്. അതൊരു സിസ്റ്റം റൺ ചെയ്യുന്നതിന്റെ ഒരു പ്രോസസ്സിൽ വരുന്ന കാര്യങ്ങളായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. പിന്നെ ഇതിന് മുമ്പ് വന്ന ആളുകൾ ഒരുപാട് പ്രതികരിച്ചത് കൊണ്ട് ആ സിസ്റ്റം ഒരുപാട് സ്മൂത്ത് ആയിട്ടുണ്ടാവാം. കാരണം ഒരുപാട് പിന്നെ അവരിത് 5ാമത്തെ 6ാമത്തെ സിനിമയായല്ലോ, 6ാമത്തെ 7ാമത്തെ സിനിമയാണത്. അപ്പൊ അപ്പോഴേക്കും ആ ഒരു പ്രോസസ്സ് എല്ലാവർക്കും ഫെമിലിയർ ആയി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ കുറച്ചും കൂടെ സ്റ്റാഫ് വേണം KSFDCയിൽ ഈ പ്രോജക്റ്റ് റൺ ചെയ്യാനായിട്ട്. അപ്പൊ കുറച്ചും കൂടെ ആളുകൾ കുറച്ച് അണ്ടർ സ്റ്റാഫ്ഡ് ആണ്. അവിടെ ഉള്ളവർ തന്നെ എനിക്ക് തോന്നുന്നു സ്ട്രഗിൾ ചെയ്യാണ് എല്ലാ പ്രോജക്ട്സിനെയും മാനേജ് ചെയ്യലും നാവിഗേറ്റ് ചെയ്യലും. പിന്നെ അവർക്ക് ഗവൺമെന്റിന്റെ ഡോക്യുമെന്ററീസും ആഡ്സും ഒക്കെ അഡീഷണലി വരുന്നുണ്ട് ഈ പ്രോജക്റ്റുകൾ കൂടാതെ. അപ്പോ ഡെഫിനറ്റ്ലി സിസ്റ്റത്തിന് സ്കോപ്പ് ഓഫ് ഇംപ്രൂവ്മെന്റ് ഉണ്ട്, ഒരുപാട് ചേഞ്ചുകൾ വരാനുണ്ട്. പക്ഷെ ഞാൻ വളരെ ഗ്രേറ്റ്ഫുൾ ആണ്. ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ആ സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടുകളിലൂടെയൊക്കെ നമ്മൾ പോയി, ചില സമയത്ത് നമ്മളിത് സിനിമ തീരില്ലേ, എന്നാണ് അത് തീർക്കാൻ പറ്റുക, അത്തരത്തിലുള്ള വിഷമങ്ങളൊക്കെ തോന്നിയെങ്കിൽ ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോൾ അങ്ങനെ ഒരു ഫസ്റ്റ് ഫിലിം മേക്കറിന് കിട്ടാവുന്ന ഏറ്റവും വലിയ ഡ്രീം പ്രോജക്റ്റ് ആണ്. എന്ന് വെച്ചാൽ നമുക്ക് ഇതിൽ നിന്ന് ലാഭം ഉണ്ടാക്കാൻ ആരും പറയുന്നില്ല, സൂപ്പർ സ്റ്റാർസിൽ വെക്കാൻ പറയുന്നില്ല. അത്തരത്തിലുള്ളൊരു സമാധാനം ഇപ്പൊ അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഈ പദ്ധതി ഇനിയും തുടർന്ന് നിന്ന് പോകണമെന്നും 1.5 കോടി തന്നെ ഇതിനകത്ത് ഓഫർ ചെയ്യണമെന്നും തോന്നുന്നത്. അതിനകത്ത് യാതൊരു കട്ട് ചെയ്യലും വരരുതെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പൊ പലതരത്തിലുള്ള ഡിസ്കഷൻസ് വരുന്നുണ്ടല്ലോ, ഫണ്ട് കട്ട് ചെയ്യണം എന്നുള്ള രീതിയിലൊക്കെ. പക്ഷെ ഞാനിത് ഉറച്ചു നിൽക്കുന്നു, ഇത്രയും ഫണ്ട് ആവശ്യമാണ്. നമുക്ക് ഒരു ബേസിക് എല്ലാവർക്കും വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും ഒരു മര്യാദയിൽ പേയ്മെന്റ് കൊടുക്കാനും, നമുക്കിപ്പോ 5 ലക്ഷത്തിനും 3 ലക്ഷത്തിനും സിനിമ ചെയ്യുന്നവരുണ്ടാവും. പക്ഷെ അവരുടെ കൂടെ ജോലി ചെയ്യുന്ന ആർക്കും ഒരു കാശും കൊടുക്കാതെയാണ് നമ്മൾ അത്തരം സിനിമകൾ ചെയ്യുന്നതെന്ന് കൂടി ആലോചിക്കണം. നമ്മൾ പറയുമ്പോൾ എല്ലാവരും വിക്ടോറിയയിൽ എവിടെയാണ് ഇത്ര കാശായെന്ന് ചോദിക്കും എന്നോട് പലരും. അപ്പൊ ഞാൻ പറയുന്നത്, നമ്മൾ കൂടെ വർക്ക് ചെയ്തവർക്ക് എല്ലാവർക്കും പേയ്മെന്റ് കൊടുത്തിട്ടുണ്ട്. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ എനിക്ക് പറ്റുന്നത്. നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവർക്ക് അവർ ചെയ്ത ജോലിക്ക് ഉള്ള എഫേർട്ടിനും ടൈമിനും ഉള്ള തുക കൊടുക്കാൻ പറ്റുക എന്നുള്ളിടത്തും കൂടിയാണ് ഇത്രയും ഫണ്ട് ചെലവാക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഇത്തരത്തിലുള്ള ഫണ്ടുകൾ. ബാക്കി സ്റ്റേറ്റുകളിലും ഇത്തരം പ്രോജക്ട്സ് ഉണ്ടാവട്ടെ, ഒരുപാട് പേർക്ക് സിനിമ ഉണ്ടാക്കാൻ പറ്റട്ടെ എന്നുള്ളതാണ്.
ആ നിലയ്ക്കും നല്ലൊരു സ്പെസിമെൻ ആണ്. ലൈക്ക് ദേ ഷുഡ് ബി പെയ്ഡ്. ഐ മീൻ ഒരു പ്രൊഫഷണൽ ആയിട്ടൊരു സർവീസ് എടുക്കുമ്പോൾ തിരിച്ച് എഡിറ്റിംഗ് സംഭവം ചെയ്തതുകൊണ്ട് ഈവൻ സൗണ്ട്സ്കേപ്പിന്റെ ഒരു സപ്പോർട്ട് ഉണ്ട്. അവിടെ നമ്മളിപ്പോ കൂടുതലായിട്ടും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം സൈലൻസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, സൈലൻസ് മെയിൻറ്റെയിൻ ചെയ്യുക. ഇത്തരം കാര്യങ്ങളൊക്കെ സ്ക്രിപ്റ്റിലെ വർക്ക് ചെയ്തിരുന്നോ അതോ എഡിറ്റിംഗിന്റെ സമയത്ത് ചെയ്യായിരുന്നോ? മോസ്റ്റ്ലി സ്ക്രിപ്റ്റിൽ ലോക്ക്ഡ് ആയിരുന്നു ഈ പടത്തിന്റെ മൊത്തം ഡിസൈൻ, വിഷ്വൽ ആണെങ്കിലും സൗണ്ട് ആണെങ്കിലും. മോസ്റ്റ്ലി സ്ക്രിപ്റ്റിലെല്ലാം നമ്മൾ വർക്ക് ചെയ്തിട്ടായിരുന്നു ഇതിനോട്ടേക്ക് പോയത്. പിന്നെ ഞാനും ഒരു ബ്രേക്ക് കഴിഞ്ഞിട്ടാണല്ലോ സിനിമയിലേക്ക് വരുന്നത്. അപ്പൊ ഞാനും കുറച്ച് പ്രിപ്പയർഡ് ആയിരുന്നു. എനിക്ക് കുറച്ച് പേടിയുണ്ടായിരുന്നു. ഞാൻ കുറെ നാളുകൾക്ക് ശേഷമാണ് 2017 16 ഞാൻ എന്റെ ഗ്രാജുവേഷൻ പ്രോജക്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഏതാണ്ട് ഒരു 3-4 വർഷത്തെ ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് കാര്യങ്ങളെല്ലാം ഏർലി പ്ലാൻ ചെയ്ത് പിന്നെ എല്ലാവരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ഒക്കെ ആയിരുന്നു. അപ്പൊ എഡിറ്റ് അങ്ങനെ എനിക്ക് കൺഫ്യൂഷൻസ് കുറവായിരുന്നു. എന്നാലും കുറച്ച് പോയിന്റിൽ എഡിറ്റിൽ കൺഫ്യൂഷൻസ് വന്നത് ഞാൻ എന്റെ ഫ്രണ്ട്സ് എഡിറ്റേഴ്സ് വന്നിരുന്ന് അവരോട് സംസാരിച്ച്, പിന്നെ എന്റെ കൂടെ വർക്ക് ചെയ്ത അനന്തു, അങ്ങനെ എഡിറ്റിൽ എന്റെ അസോസിയേറ്റ് എഡിറ്റർ ആയിരുന്ന, അപ്പൊ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അങ്ങനെ. അപ്പൊ അനന്തു ഷൂട്ട് കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല, സെറ്റിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ വേറൊരു പെർസ്പെക്റ്റീവ് ഉണ്ടല്ലോ പെട്ടെന്ന് എഡിറ്റ് മാത്രം കാണുമ്പോൾ. അപ്പൊ അങ്ങനത്തെ ഒരുപാട് ആളുകളുടെ സഹായത്തിലാണ് നമുക്കിത് തീർക്കാൻ പറ്റിയത്. പിന്നൊന്ന് മീനാക്ഷി തന്നെ പറഞ്ഞു, ഓടി വന്ന് ഒരു നല്ലോണം വേർത്തിട്ടൊക്കെ ആയിരുന്നു വന്നത്, ക്യാരക്ടറായിട്ട് തന്നെയാണ് വന്ന് മീറ്റ് ചെയ്തതെന്ന് പറഞ്ഞു. സോ എങ്ങനെയാണ് ഫൈനലൈസ് ചെയ്യണത്? മീനാക്ഷി ഓഫ് കോഴ്സ് ഏറ്റവും ആപ്റ്റ് കാസ്റ്റ് ആണെന്ന് കണ്ടവർക്ക് അറിയാം. ആൻഡ് ഷീ ഓൾസോ ബാഗ്ഡ് couple of awards, ലൈക്ക് ഗോൾഡൻ ഗോബ്ലെറ്റ്, ഷാങ്ഹായിലെ എല്ലാവർക്കും മെമ്മറബിൾ ആയിട്ടുള്ള ഒരു വിഷ്വലും കൂടി തന്നിട്ടുണ്ട്. ആൻഡ് ദ സ്പീച്ച് ഇറ്റ്സ് സോ ലവ്ലി. പിന്നെ IAFFK-യിലും കിട്ടി തോന്നുന്നു, ആൻഡ് കപ്പിൾ ഓഫ് അതർ അവാർഡ്സ് ഷി ഹാഡ് ബാഗ്ഡ്. ഒപ്പം ഒരു ആക്ടറും കൂടി ഉണ്ട് അതിന്റെ അകത്ത്, ബെസ്റ്റ് ആക്ടർ കോമ്പറ്റീഷൻ ഉണ്ട്, റൂസ്റ്റർ. സോ ഐ ഡോ വിൽ കം ടു ദ റൂസ്റ്റർ, ബട്ട് മീനാക്ഷിയിലേക്ക് ഫ്രീസ് ചെയ്യാനുള്ള സിറ്റുവേഷൻ എങ്ങനെയായിരുന്നു എന്ന് അറിയാം. നമ്മളൊരു ഓഡിഷൻ വിളിച്ചിരുന്നു. അപ്പൊ മോസ്റ്റ്ലി ആലുവ മുതൽ ചാലക്കുടി വരെയുള്ള ആളുകളെ മാത്രമായിരുന്നു ഈ ഓഡിഷന് വേണ്ടിയിട്ട് വിളിച്ചിരുന്നത്, ആ ഒരു ഭാഷ കിട്ടാനായിട്ട്. പക്ഷെ മീനാക്ഷി ഇതുപോലെ നമ്മളെ മീനാക്ഷി ശംഭു സാറിന്റെ ഒരു ആഡിൽ വർക്ക് ചെയ്തിരുന്നു KSFDCയുടെ കൂടെ മുമ്പ്. അപ്പോൾ അങ്ങനെ ഓൾറെഡി ഓഡിഷൻ അയച്ചിരുന്നു. പക്ഷെ അതിനൊപ്പം തന്നെ മീനാക്ഷി ശംഭു സാറിന്റെ അടുത്തുനിന്നാണ് തോന്നുന്നു നമ്പർ വാങ്ങിയിട്ട് എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്തിരുന്നു, ഒന്ന് മീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ ഓഡിഷന് മുമ്പ് തന്നെ മീനാക്ഷി വന്ന് മീറ്റ് ചെയ്തിരുന്നു. അപ്പൊ ആ സമയത്ത് തന്നെ എനിക്ക് മീനാക്ഷി ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണെന്നുള്ളൊരു തോന്നല് കിട്ടി. അതല്ലെങ്കിൽ അവൾ ആ ഒരു റോളിന് വേണ്ടി അത്ര എഫേർട്ട് എടുക്കാൻ റെഡി ആയിട്ടുള്ള ഒരാളാണ്. എത്ര വേണമെങ്കിലും അവള് ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ റെഡി ആണെന്നുള്ള ഒരു ഐഡിയ എനിക്ക് അന്നേ കിട്ടിയിരുന്നു. പിന്നെ ഓഡിഷന് വന്നപ്പോഴും നന്നായിട്ട് പെർഫോമും ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ ഓർത്തു അവൾക്ക് ചെയ്യാൻ പറ്റും. അത്രയും പാഷനേറ്റ് ആയ ഒരാൾക്ക് അത് എന്തായാലും കിട്ടണം എന്ന് എനിക്ക് തോന്നി. അപ്പൊ അത് അങ്ങനെയായിരുന്നു മീനാക്ഷിയിലേക്ക് എത്തിയത്. പിന്നെ മീനാക്ഷി വളരെ പെട്ടെന്ന് ഒരു ഗ്രൂപ്പുമായിട്ട് വളരെ മിങ്കിളാവുകയും അവിടെ അവളുടെ ആ ഒരു കംഫർട്ട് സോൺ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാൾ. എനിക്കൊരു ആക്ടറിന് വേണ്ട ഏറ്റവും നല്ല ക്വാളിറ്റി ആണത്. ഇതുപോലെ പിന്നെ ലാംഗ്വേജും, ഇപ്പൊ ചൈനയിൽ പോയിട്ടാണെങ്കിലും അവള് ചൈനീസ് പഠിക്കുന്നു, അത് സ്റ്റേജിൽ പോയി പറയുന്നു. അപ്പോ ലാംഗ്വേജ് സ്കിൽസും പെട്ടെന്ന് പിക്ക് ചെയ്യാൻ പറ്റുന്ന മോഡുലേഷൻസ് ആണെങ്കിലും, ബിക്കോസ് ഷീ വർക്ക്ഡ് ആസ് എ ഡബിങ് ആർട്ടിസ്റ്റ്. അവള് ഡബിങ് ആർട്ടിസ്റ്റ് ആയിട്ടാണ് ആനന്ദത്തിൽ വർക്ക് ചെയ്തിട്ടാണ് തുടങ്ങുന്ന സിനിമയില്. അപ്പൊ വോയിസും എനിക്ക് മീനാക്ഷിയുടെ ഭയങ്കര വോയിസ് മോഡുലേഷൻസ് ആണെങ്കിലും വോയിസിന്റെ ക്വാളിറ്റി ആണെങ്കിലും എനിക്ക് ഭയങ്കര വർക്കായതാണ്. അപ്പോൾ അങ്ങനെയാണ് മീനാക്ഷിയിലേക്ക് എത്തുന്നത്. അങ്ങനെ നമ്മൾ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ഇല്ല, പക്ഷെ അവിടെ ഉള്ള നമുക്ക് തോന്നുന്ന ഒരു പശ്ചാത്തലം ഓടി വന്ന് അവരുടേതായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളും ഇതൊക്കെ നമുക്ക് വളരെ ഭംഗിയായിട്ട് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അവാർഡ്സിന്റെ കാര്യം, ഇപ്പൊ കൊൽക്കത്തയില് ഇന്ത്യയിൽ തന്നെ ഉള്ളതാണ്, പക്ഷെ ഇതിന്റെ ഈ ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ, ലൈക്ക് റൂസ്റ്ററിനെ അവിടെ കൊണ്ടുപോയി ഓഫർ ചെയ്യുന്ന ഒരു സാധനം ചിലപ്പോൾ ആ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന അറിയില്ല. അതർവൈസ് ദ ഫിലിം ഇറ്റ് സെൽഫ് ഇസ് ലൈക്ക് വിഷ്വലി ഇസ് ഓൾസോ കമ്മ്യൂണിക്കേറ്റിംഗ് മോർ ഓർ ലെസ്. കാരണം പല കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. പക്ഷെ അപ്പൊ അവര് ഇപ്പോ കൊൽക്കത്ത അറ്റ്ലീസ്റ്റ് ആ ഒരു ബിലീഫ് ചിലപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ആവുമായിരിക്കും. അപ്പൊ അബ്രോഡ് സിയോളിലും ഇവിടെയും ഷങ്കായിലൊക്കെ പോകുമ്പോൾ, ആൻഡ് ദർ ഓൾസോ ദേ വർ വെൽക്കമിങ് ദ സബ്ജക്ട്, ആൻഡ് അവാർഡ് കിട്ടി എന്ന് പറയുമ്പോൾ തന്നെ അത് ഇറ്റ്സ് പ്രൂഫ് ദാറ്റ് ഇറ്റ്സ് കമ്മ്യൂണിക്കേറ്റഡ് ആൻഡ് വെൽ റിസീവ്ഡ്. ആ ഒരു റെസിപ്റ്റൻസ് എങ്ങനെയായിരുന്നു കൊൽക്കത്തയിലും അവിടെ?
നമുക്ക് ആദ്യം എനിക്ക് തോന്നുന്നത് കേരളം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കാണിക്കുന്നത് ചൈനയിലാണ്. ഷാങ്ഹായിലാണ് നമ്മൾ ഈ ജൂണിൽ കാണിക്കുന്ന സിനിമ. അപ്പൊ നമ്മൾ ആദ്യം വളരെ ക്യൂരിയസ് ആയിരുന്നു, എങ്ങനെയാണ് ഇത് ആൾക്കാർ എടുക്കാൻ പോകുന്നത്, ഇത് ഇത്രയും റീജിയണൽ സ്പെസിഫിക് ആയി ഇത്രയും ഡയലോഗ് ഹെവി ആയ ഒരു സിനിമയാണ്. അപ്പൊ അവിടെ ചൈനീസ് സബ് ടൈറ്റിൽസിലാണ് കാണിക്കുന്നത്, കൊറിയയിലും കൊറിയൻ സബ് ടൈറ്റിൽസിലാണ് കാണിക്കുന്നത്. അപ്പൊ അവിടെ ആളുകൾക്ക് എന്തൊക്കെയാണ് വർക്ക് ആവുന്നത്, എന്തിനാണ് അവരിപ്പോ ചിരിക്കുന്നത്, നമ്മൾ സിനിമ കാണുമ്പോൾ എവിടെയാണ് ചിരി പടരുന്നത് എന്നൊക്കെ ഉള്ളത് നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഒബ്സർവേഷൻ ആയിരുന്നു, ഇരുന്ന് അവരുടെ ഒപ്പം സിനിമ കാണുക എന്നുള്ള അവിടുത്തെ. ആഹ് ആ രീതിയിൽ ചൈന നമ്മളെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തി. കാരണം ഓരോ സ്ക്രീനിങ് കഴിഞ്ഞും പിന്നെ അവർക്ക് ജനറലി എനിക്ക് തോന്നുന്നു സിനിമയിൽ അഭിനയിക്കുന്നവരോടും സിനിമാക്കാരോടൊക്കെ ഒരു ഒരു വളരെ റെസ്പെക്റ്റും അഡ്മിറേഷനും ഉണ്ട്. ഒരു സ്ക്രീനിങ് കഴിഞ്ഞപ്പോഴേക്കും മീനാക്ഷിയുടെ ചുറ്റും ആൾക്കാർ കൂടുന്നു, അവർ ഓട്ടോഗ്രാഫ് വാങ്ങുന്നു, ഫോട്ടോ എടുക്കുന്നു. അവര് സത്യത്തിൽ കുറെ പേരൊക്കെ അവൾ ആക്ച്വലി അങ്ങനെ ഒരാളാണ് എന്നുള്ള രീതിയിൽ വരെ ചിന്തിച്ചു. ഒരു ഡോക്യുമെന്ററി ആണോ ഇതെന്നുള്ള രീതിയിൽ വരെ അവര് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. പിന്നെ ചൈനയും നമുക്ക് ഭയങ്കര വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ പലതും ഒന്നാമത് ഈ ലാംഗ്വേജിന്റെ ബാരിയർ കാരണം പല കാര്യങ്ങളും നമ്മൾ അറിയാതെ പോകുന്നുണ്ട് ലോകത്ത് എന്നുള്ളതാണ്. അപ്പൊ ചൈന ആക്ച്വലി പുറം ലോകമായിട്ട് വളരെ കട്ടാണ്. അവർക്ക് അവരുടേതായ വാട്സാപ്പ് പോലും ഇല്ല, എല്ലാം അവരുടെ ആപ്പ്, അവരുടെ ഗൂഗിൾ മാപ്പ്, അവരുടെ കാര്യങ്ങളാണ്. അപ്പോൾ പുറത്തോട്ട് ആ, ചൈനയിൽ നിന്നുള്ള ന്യൂസ് റിവ്യൂസ് ഒന്നും കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പൊ നമ്മുടെ സിനിമയെ കുറിച്ച് തന്നെ ഒത്തിരി റിവ്യൂസും ഒക്കെ വന്നിരുന്നു ചൈനീസ് മീഡിയയിലൊക്കെ. ആളുകളുടെ റിയാക്ഷൻ ചൈനയിൽ വളരെ ഇൻട്രസ്റ്റിംഗ്ലി അവർക്ക് ഈ റിലീജിയൻ എന്നുള്ള ഒരു സാധനം വളരെ ഇന്റർഫെയ്ത്ത് മാരേജസിനെ കുറിച്ചുള്ള പ്രശ്നങ്ങൾ അതിപ്പോഴും ഇങ്ങനെയാണോ. പിന്നെ എനിക്ക് തോന്നുന്നു അവർക്കൊരു ബോളിവുഡ് റെഫറൻസിലാണ് സിനിമകൾ എപ്പോഴും ഉള്ളത്, പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട്. അപ്പൊ അങ്ങനെ അല്ലാത്തൊരു സിനിമ കണ്ടപ്പോൾ അവർ വളരെ ക്യൂരിയസ് ആയി, ഓ ഇത് ഈ സിനിമയിൽ ഇങ്ങനെ പാട്ടും ഡാൻസും ഒന്നും ഇല്ലല്ലോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതുപോലെ കൊറിയയിലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറെ ചോദ്യങ്ങൾ വന്നിരുന്നു. എന്താണ് ഈ റിച്വൽ, എന്താണ് ഈ കോഴിയുടെ അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് വന്നിരുന്നു. ഓസ്ട്രേലിയയിലും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫീഡ്ബാക്കും ഒക്കെ വന്നിരുന്നു. വളരെ അത്ഭുതകരമായിട്ട് വളരെ യൂണിവേഴ്സൽ ആണ് സിനിമ എന്നുള്ള ഒരു വിശ്വാസത്തെ വീണ്ടും സ്ട്രോങ് ആക്കുന്ന പോലെയായിരുന്നു ആളുകളുടെ ഫീഡ്ബാക്കുകളെല്ലാം. നമുക്ക് ഇത്രയും ഡയലോഗ് ഉള്ളതുകൊണ്ടും ഇത്രയും നമ്മൾ നാട്ടിലെ ഓഡിയൻസിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു സിനിമയും കൂടി ആയതുകൊണ്ട് എനിക്ക് വളരെ പേടിയുണ്ടായിരുന്നു അത്തരത്തില്. നമ്മളിപ്പോ ഒരു സബ് ടൈറ്റിൽ സ്ഥിരം വായിക്കുന്ന ഒരു ഓഡിയൻസ് അല്ലാതെ സാധാരണക്കാർ കാണുമ്പോൾ എങ്ങനെയാണ് സിനിമേനെ എടുക്കുക എന്നുള്ളത്. അപ്പോൾ ആ രീതിയിൽ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള അഭിപ്രായങ്ങളായിരുന്നു നമുക്ക് കിട്ടിയതെല്ലാം. ശിവരഞ്ജിനി വളരെ നല്ല ഒരു ഐഡിയോളജി ബിലീവ് ചെയ്യുന്ന നിലപാടുള്ള ഒരു വ്യക്തിയാണ് ശിവരഞ്ജിനി. അപ്പൊ ഇതിലൊരു സോഷ്യൽ ലെയറിങ് അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ലെയറിങ് എന്ന് പറയുന്ന സംഭവം ചെയ്യുന്ന സമയത്ത് എന്തായിരുന്നു തോട്ട്സ്? വളരെ ഓർഗാനിക് ആയിട്ട് വന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. അതില്ലാതെ നമുക്കൊരു സിനിമ എഴുതാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ അത്രയും കണക്കിടാണ്. ഇപ്പൊ ജാതി ആണെങ്കിലും അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഫെമിനിസ്റ്റ് പോയിന്റ് ഓഫ് വ്യൂ ആണെങ്കിലും രണ്ടും വളരെ സ്വാഭാവികമായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് വരുന്ന കാര്യങ്ങളാണ്. അപ്പോ ആം, പിന്നെ എനിക്ക് തോന്നുന്നു അത് അങ്ങനെ ലൗഡ് ആവാതിരിക്കാനും വളരെ മുഖത്തടിക്കുന്ന രീതിയിൽ ആവാതിരിക്കാനും ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോഴും എനിക്ക് നോക്കുമ്പോൾ ഇനിയും കുറയ്ക്കായിരുന്നു എന്നൊക്കെ തോന്നുന്നുണ്ട് പല സ്ഥലത്തും. പക്ഷെ എന്റെ അന്ന് അത് ഒരുപാട് ഹെൽപ്പ് ചെയ്തത് എന്റെ ഫ്രണ്ട്സ്, ഞാൻ പറഞ്ഞല്ലോ, അവരുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നു, അവരോട് ചോദിക്കുന്നു ഇങ്ങനെ ഒരു സാധനം വന്നാൽ എങ്ങനെ ഉണ്ടാവും, ഈ ഒരു ലെയർ ആഡ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും. അപ്പൊ അത്തരത്തിലുള്ള ഡിസ്കഷൻസിലൂടെയാണ് ഒരുപാട് കാര്യങ്ങളിലേക്ക് ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പൊ അനു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് ഇക്കാര്യത്തിൽ. അനു സോഷ്യോളജിസ്റ്റ് ആണ്. ഷീ ഈസ് എ PhD പോസ്റ്റ് ഡോക് ഫ്രം ഹാർവേഡ്. അപ്പോൾ റിലീജിയനും അവളുടെ ഒരു ഏരിയ ആണ്. ക്രിസ്ത്യാനിറ്റിയിലാണ് അവൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പള്ളി റിച്വൽ പ്രാക്ടീസ് അതിന്റെ കാര്യങ്ങളെല്ലാം ഒരുപാട് മനസ്സിലാക്കാനും ഒക്കെ അവളുടെ ഒരു പെർസ്പെക്റ്റീവ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ എൻ്റെ ഒരുപാട് സുഹൃത്തുക്കള്, പിന്നെ മഹേഷ് ഏട്ടൻ, എൻ്റെ കസിൻ, അതുപോലെ തന്നെ അഫീഫ്, ഇവരെല്ലാരും തന്നെ റിലീജിയനിലും അങ്ങനെയൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ PhD ഒക്കെ ഉള്ള സ്കോളർലി ആയിട്ടുള്ള ആളുകളാണ്. അപ്പൊ അത്തരം ആളുകളുടെ കൂടി പെർസ്പെക്റ്റീവ് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, അവരോട് സംസാരിക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് സിനിമയിൽ ഇങ്ങനെ വരുമ്പോൾ പ്രശ്നമുണ്ടോ, ഇങ്ങനെ ഒരു കാര്യം നമ്മൾ ആഡ് ചെയ്താൽ അത് വേറെ രീതിയിൽ റീഡ് ചെയ്യാമോ എന്നുള്ള. ഇപ്പോഴും മിസ് റീഡിങ്സ് നടക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾക്ക് വേറെ രീതിയിൽ സിനിമയെ വായിക്കാനും ഒക്കെ തോന്നുന്നുണ്ട്. പക്ഷെ എന്നാൽ പോലും ഒരു ലാർജർ ഫെമിനിസ്റ്റ് കേസിൽ ഈ സിനിമയെ നിർത്താൻ ഹെൽപ്പ് ചെയ്തത് ഈ ആളുകൾ ഒക്കെയാണ്. കാരണം നമ്മളും നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂവും അഭിപ്രായങ്ങളും എല്ലാ ദിവസവും ചോദ്യം ചെയ്യണം എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ ഒരു ഉറച്ചൊരു സ്ഥാനത്തിൽ നിൽക്കാൻ ആർക്കും എപ്പോഴും പറ്റില്ല. നമുക്കിപ്പോ ഇപ്പത്തെ ഒന്നായിരിക്കില്ല, കുറച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ അഭിപ്രായങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. കാര്യങ്ങളെ കുറിച്ചുള്ള നമ്മുടെ
നോക്കിക്കാണുന്ന രീതി മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ നിരന്തരമായിട്ടുള്ള സംഭാഷണങ്ങളിലൂടെയാണ് നമ്മൾ അതിലേക്ക് എത്തുന്നതെന്ന് തോന്നുന്നു. ദാറ്റ്സ് എ വണ്ടർഫുൾ പോയിന്റ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും അല്ലെങ്കിൽ നിലപാടെന്ന് വെച്ചാൽ നിലപാട് വേണം, പക്ഷെ ഈ ഉം. പറഞ്ഞ പോലെ ചർച്ചകളിലൂടെ ഇവോൾവ് ആയി മനുഷ്യൻ അങ്ങനെയാണ്. പ്രത്യേകിച്ച് സിനിമയുടെ സ്വാധീനം ഈ അടുത്ത കാലത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ സോഷ്യൽ മീഡിയയുടെ സ്വാധീനം ആളുകളെ ആ രീതിയിലുള്ള ഒരു എൻലൈറ്റൻമെന്റ് നടക്കുന്നുണ്ട്. ഈ മെലോ ഡൗൺ ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോ ഈ ഇമോഷൻസിനെ ഒരു ഒരു പരിധിവരെ ഒരു കാലത്ത് നമുക്ക് ഇമോഷണൽ അത് കൊണ്ടുവന്നിട്ടായിരുന്നു ഫിലിം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എത്രത്തോളം ഇമോഷൻസിനെ ഇത് ചെയ്യുന്ന ഫിലിമാണ് നല്ല ഫിലിം എന്ന് പറയുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇതില് വളരെ സെറ്റിലായിട്ടും വളരെ പഞ്ചിങ് ആയിട്ടും ഇമോഷൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഇമോഷൻസിനെ വർക്ക് ചെയ്യുന്നത് എങ്ങനെയായിരുന്നു ആ ഒരു ബാലൻസിങ് കൊണ്ടുവന്നത്? ഇമോഷൻസ് എനിക്ക് തോന്നുന്നു സിനിമയുടെ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഭാഗമായിട്ട് ഞാൻ വിചാരിക്കുന്നുണ്ട്. നമ്മള് സിനിമ സ്റ്റോറി ടെല്ലിംഗ് എന്നുള്ള ഒരു ഇതിനേക്കാൾ ഞാൻ വിചാരിക്കുന്നത് ഒരു ഇമോഷണൽ ഒരു ഫീലിംഗ് എങ്ങനെയാണ് കൊടുക്കുന്ന ആളുകൾക്ക് എന്നുള്ളതാണ്. ഒരു കഥ പറയുന്നതിനേക്കാൾ കൂടുതൽ ഒരു ഫീലിങ്ങിനെ എങ്ങനെയാണ് ഹോൾഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് സിനിമയുടെ റോളെന്ന് തോന്നുന്നു. അപ്പോൾ ഈ സിനിമയിൽ എനിക്ക് ഈ ക്യാരക്ടറിനെ നിങ്ങൾക്ക് പൂർണ്ണമായി മനസ്സിലായില്ലെങ്കിലും അവരുടെ കൂടെ ഇരിക്കാൻ പറ്റുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു പ്രയോറിറ്റി. ഈ ഒരു പെൺകുട്ടിയുടെ കൂടെ ഒരു ദിവസം നിങ്ങളൊന്ന് ഇരുന്ന് നോക്കുക, അവർക്ക് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾക്കും കുറച്ചൊക്കെ തോന്നുക എന്നുള്ള, അവരുടെ ഒരു ഷൂസിൽ ഇരുന്ന് നോക്കുക എന്നുള്ളതായിരുന്നു ഇതിനകത്തുള്ള ഒരു ലക്ഷ്യം. അതുപോലെ തന്നെ നമ്മൾ ഒക്കെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഒരു കമ്പാനിയൻഷിപ്പ്, ഫീമെയിൽ കമ്പാനിയൻഷിപ്പുകളെ കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ, അത്തരത്തിലുള്ള ആ ഇമോഷൻസിനെ ആയിരുന്നു എനിക്ക് ഹോൾഡ് ചെയ്യേണ്ടിയിരുന്നത്. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ സ്ക്രിപ്റ്റിൽ പല പല ഫേസിലായിട്ടാണ് അതിന്റെ ഒരു സാധനം ഡെവലപ്പായി വരുന്നത്. എഴുതി വന്നപ്പോൾ തന്നെയാണ് അങ്ങനെ ഒരു കാര്യം വന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു മീനാക്ഷിയായിട്ട് ഒരുപാട് ഡിസ്കഷൻസ് ഉണ്ടായിട്ടുണ്ട്. നമ്മൾ എല്ലാ ദിവസവും നമ്മളൊരു അപ്പാർട്ട്മെന്റ് ഷെയർ ചെയ്യായിരുന്നു താമസിക്കുന്നത് ഷൂട്ടിന്റെ സമയത്ത്. അപ്പൊ അന്ന് വൈകുന്നേരം വന്നിട്ട് വിക്ടോറിയയുടെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, മീനാക്ഷിയുടെ സ്ക്രിപ്റ്റിൽ എൻറ്റയർലി വിക്ടോറിയയുടെ ഒരു ഇമോഷണൽ ഗ്രാഫ് പോലെ ഉണ്ടായിരുന്നു. സ്ക്രിപ്റ്റിന്റെ ഓരോ സീനിലും വിക്ടോറിയക്ക് ഇപ്പൊ എന്താണ് തോന്നുന്നത്, വിക്ടോറിയയുടെ മെന്റൽ സ്റ്റേറ്റ് എന്താണ്, ഓക്കെ ഇത് പാനിക് അറ്റാക്ക് ആണ്, ഇത് ഇവര് കാമാണ്, ഇതിപ്പോ ഇച്ചിരി കുഴപ്പമില്ല, ഇതിപ്പോ ഷീസ് കംഫർട്ടബിൾ വിത്ത് എ ഫ്രണ്ട്, അങ്ങനെ ഓരോ സ്റ്റേജിലുമുള്ള അവളുടെ ഇമോഷണൽ ഗ്രാഫ് എവിടെയാണെന്നുള്ളത് നമ്മൾ തമ്മിൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്തിയിരുന്നു. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു സെറ്റിൽ പിന്നെ മീനാക്ഷിയായിട്ട് എനിക്ക് വേറെ കമ്മ്യൂണിക്കേഷൻസിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. അത്രയും ക്ലിയർ ആയിട്ട് അവൾക്ക് അറിയായിരുന്നു ആ ക്യാരക്ടറിനെയും അവരെന്താണ് ഓരോ മൊമെന്റിലും അവർ പോകുന്ന ഒരു ഇമോഷൻ എന്താണ്. പിന്നെ ഇതൊരു ഹൈഡ് ആൻഡ് സീക്ക് പോലത്തെ ഒരു ക്യാരക്ടറും ആയിരുന്നല്ലോ. എല്ലാ ഇമോഷൻസും നമ്മളെ കാണിക്കുന്നില്ല. ക്യാരക്ടർ പലതും ഹിഡൻ ആണ്. പുറത്ത് വേറൊരു ഇത് കാണിച്ച് ചിരിച്ചു നിൽക്കുന്നു, അപ്പുറത്ത് പോയി കരയുന്നു. അപ്പോൾ ആ രീതിയിൽ കുറച്ച് കോംപ്ലക്സ് ആയിരുന്നു അങ്ങനെ അത് വർക്ക് ചെയ്യാൻ. പക്ഷെ മീനാക്ഷി ആയിട്ടുള്ള ഡിസ്കഷൻസിൽ അത് ഇവോൾവ് ആയിട്ട് വരുമായിരുന്നു. ശരിയാട്ടോ, അതെനിക്ക് ഇപ്പോഴാണ് ഓർമ്മ വന്നത്. കാരണം ഞാൻ IFK കണ്ടതിന് ശേഷം കാണാൻ ചാൻസ് കിട്ടി. ഞാൻ തൃശ്ശൂരിലേക്ക് വരുന്നുണ്ടായിരുന്നു, പക്ഷെ ആ സമയത്ത് ഇവിടെ കുറച്ച് ആവശ്യം. അത് ശരിയാ, ഈ ഇമോഷൻസിന്റെ ഹിഡൻ ഇതാക്കി വെക്കുകയും വേണം അത് എക്സ്പ്രസ് ചെയ്യാൻ. ദാറ്റ്സ് വെരി കോംപ്ലിക്കേറ്റഡ്. കോംപ്ലിക്കേറ്റഡ് എന്നല്ല, അത് ആക്ടറിനെ സംബന്ധിച്ചോളം ഡയറക്ടറിനെ സംബന്ധിച്ചോളം ഇറ്റ്സ് വെരി ചാലഞ്ചിങ് തിങ്. വെൻ ഐ റീകോൾ ദാറ്റ്സ് റിയലി. പിന്നെന്താ, അപ്പൊ ഫിലിം തിയേറ്ററിൽ വരികയാണ് ഒരാഴ്ച, നവംബർ 28 തിയേറ്ററിൽ വരുന്നു. എന്താണ് പ്രതീക്ഷ? ഓഫ് കോഴ്സ് ഇതിനെ കുറിച്ച് ആ രീതിയിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇതൊരു അവാർഡ് ഫിലിം എന്നുള്ള നിലയ്ക്ക് കാണാൻ ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല. ഇറ്റ്സ് ലൈക്ക് ഇറ്റ്സ് ഓപ്പൺ, ഇറ്റ് ഹാസ് ഓൾ ദി ഇമോഷൻസ്. അതിൽ ഫൺ ഉണ്ട്, ആൻഡ് ഈ പറഞ്ഞ പോലെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കൂടെ നമ്മളെ ക്യാരി ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ്സ് എ യുണീക് സബ്ജക്ട് ആസ് വെൽ. സോ എന്താണ് സിനിമ തിയേറ്ററിൽ വരുമ്പോൾ ജനങ്ങളോട് പറയാനുള്ളത് എന്താണ്? എനിക്കതൊരു കുറച്ച് ആകാംക്ഷയുണ്ട് എങ്ങനെയാണ് ആളുകൾ എടുക്കാൻ പോകുന്നത് സിനിമ എന്നുള്ളത്. പിന്നെ ഈ പറഞ്ഞ പോലെ അങ്ങനെ ഒരു അവാർഡ് സിനിമയുടെ അങ്ങനത്തെ വെയിറ്റ് ഒന്നും വിക്ടോറിയക്ക് ഇല്ല എന്ന് തോന്നുന്നു. ഇതൊരു വളരെ സ്വാഭാവികമായിട്ടുള്ള സാധാരണ ആയിട്ടുള്ള ഒരു കഥയാണ്. അതിനകത്തേക്ക് അങ്ങനെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒന്നും അല്ലെങ്കിൽ ആളുകളെ ഇന്റിമിഡേറ്റ് ചെയ്യുന്ന ഒന്നും സിനിമയ്ക്കില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ അത് ഇഷ്ടപ്പെടുന്ന ഒരു ഓഡിയൻസ് അതിലേക്ക് എത്തുന്നു ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നു. ഈ സിനിമ ഇഷ്ടപ്പെടുന്ന ഒരു ഓഡിയൻസ് ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതങ്ങനെ എല്ലാവർക്കും ഇഷ്ടാവെന്ന് വിചാരിക്കുന്നില്ല, പക്ഷെ അത് ഇഷ്ടപ്പെടുന്ന ഒരു ഓഡിയൻസ് എന്തായാലും ഉണ്ട്. ആ ഒരു ഗ്രൂപ്പിലേക്ക് ഇത് എന്തായാലും എത്തണം എന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട്. ഒരുപാട് സ്ത്രീകൾ കാണണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട് സിനിമ. കൂടുതൽ സ്ത്രീകളിലേക്ക് ഈ സിനിമ എത്തണമെന്നും
സാധാരണക്കാരായ സ്ത്രീകൾ ഈ സിനിമ കാണണമെന്നും അവർക്ക് എന്താണ് ആ സിനിമയിൽ നിന്ന് തോന്നുന്നതെന്ന് അറിയാനും ഭയങ്കര ആഗ്രഹമുണ്ട്. ഇത് അവരിലേക്ക് എത്തിയാലാണ് എനിക്ക് തോന്നുന്നു ഞാൻ സക്സസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നത്. അത്തരത്തിലുള്ള സ്ത്രീകൾക്ക് സിനിമ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളിടത്താണ് എനിക്ക് തോന്നുന്നു എൻ്റെ സക്സസ് ആസ് എ ഡയറക്ടർ ഇരിക്കുന്നത്. അപ്പോൾ അതൊരു ആ, വലിയൊരു കാര്യമാണ് അങ്ങനെ നടക്കുകയാണെങ്കിൽ. അപ്പൊ അത്തരത്തിലുള്ള ആളുകളിലേക്ക് എത്താൻ പറ്റട്ടെ എന്ന് വിചാരിക്കുന്നു. ഇതിലൊരാളുടെ പേര് എടുത്ത് പറയാൻ എനിക്ക് അവർക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. ശ്രുതി വാസ് എ വെരി ബിഗ് സപ്പോർട്ടർ ഓൾ ടൈം. ശ്രുതി ഒരു മെസ്സേജ് അയച്ചിട്ടാണെങ്കിൽ ചിലപ്പോൾ ഞാൻ മിസ് ചെയ്തേനെ വിക്ടോറിയ. സോ ഐ മീൻ ഒരു ഒരു അൺകണ്ടീഷണൽ സപ്പോർട്ട്, അൺകണ്ടീഷണൽ ലവ് എന്ന് തന്നെ പറയാം. കാരണം ഷീ യുനോ ഐ മീൻ ഓഫ് കോഴ്സ് നോട്ട് ഓൺലി യു, നല്ല സിനിമകൾക്ക് വേണ്ടി അതെ നിലകൊണ്ട അതെ അതെ. തടവാണെങ്കിലും ഉണ്ട്. പക്ഷെ വിക്ടോറിയയെ അവരെ എംപ്രേസ് ചെയ്ത പോലെ ഇറ്റ് വാസ് വെരി നൈസ്. സോ ഐ തിങ്ക് ഐ എം താങ്ക്ഫുൾ ടു ശ്രുതി ഫോർ മെൻഷനിങ് ദിസ് ഫിലിം. അതർവൈസ് ഐ വുഡ് ഹാവ് മിസ്ഡ്. സോ a couple of words about ശ്രുതി. ആക്ച്വലി ശ്രുതി ഈ സിനിമയുടെ ഒരു ഗാർഡിയൻ ഏഞ്ചൽ ഒക്കെ പോലെയാണ് എനിക്ക്. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഈ പ്രോജക്റ്റ് KSFDC പ്രോജക്റ്റ് കിട്ടിയ ശേഷം ശ്രുതിയാണ് എനിക്ക് തോന്നുന്നു ആരുടെ അടുത്തുനിന്നോ നമ്പർ വാങ്ങി ഞാൻ ആദ്യം വിളിക്കുന്ന ശ്രുതിയാണ്. അപ്പൊ ശ്രുതി ആണ് എനിക്ക് ഇതിനൊരു ഐഡിയ പറഞ്ഞു തരുന്നത്, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇവിടെ നടക്കുന്നത്, എങ്ങനെയാണ്. അപ്പൊ ശ്രുതി ഫേസ് ചെയ്ത ഒരുപാട് ബുദ്ധിമുട്ടുകൾ എന്നോട് ഷെയർ ചെയ്തിരുന്നു. ഒരുപാട് പ്രശ്നങ്ങൾ, ഈ സിസ്റ്റത്തിന്റെ ഒരുപാട് ഫ്ലോസും എല്ലാം നേരത്തെ മനസ്സിലാക്കിയിട്ട് അതിനെ അപ്രോച്ച് ചെയ്യാൻ എനിക്ക് ഹെൽപ്പ് ചെയ്ത് ശ്രുതി ഉള്ളതുകൊണ്ട് മാത്രമാണ്. അതുപോലെ ഇതിന്റെ എല്ലാ സ്റ്റേജിലും റൈറ്റ് ഫ്രം ദ ബിഗിനിങ്, പ്രീ പ്രൊഡക്ഷൻ തൊട്ട് എന്തെങ്കിലും ഒരു ക്രൈസിസ് വരുമ്പോൾ ഞാൻ ആദ്യം വിളിക്കുന്നത് അല്ലെങ്കിൽ ആദ്യം മെസ്സേജ് അയക്കുന്നത് ശ്രുതിക്കാണ്. എന്തെങ്കിലും ഇപ്പൊ ഒരു കാര്യം അറിയാൻ, എന്തെങ്കിലും ഇന്ന ആളെ കുറിച്ചൊന്ന് അന്വേഷിക്കാൻ, ഇന്നൊരു സംഭവം ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് ചോദിക്കാൻ, അങ്ങനെ എല്ലാത്തിനും ഒരു കോൺസ്റ്റന്റ് സപ്പോർട്ടായിട്ട് ഉണ്ടായിരുന്നത് ശ്രുതിയാണ്. പിന്നെ എനിക്ക് തോന്നുന്നു പല സ്ഥലത്തും എന്നേക്കാൾ കൂടുതൽ ഇപ്പൊ വിക്ടോറിയ സ്റ്റേറ്റ് അവാർഡിന് കൺസിഡർ ചെയ്തില്ല എന്ന് പറഞ്ഞ ശ്രുതിയാണ് 2 ദിവസം ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഞാൻ കുഴപ്പമില്ല പോട്ടെ എന്നൊക്കെ പറയുമ്പോഴും ശ്രുതിക്ക് അത് സഹിക്കാൻ പറ്റുന്നില്ല, ഇങ്ങനെയാണതെന്ന്. അപ്പൊ അത് ഭയങ്കര ഒരു ഹാർട്ട് വാർമിംഗ് ആയിട്ടുള്ള ഒരു ഇമോഷനാണ്. നമുക്ക് വേണ്ടി വേറൊരാൾ ഇത്രയും, അതുപോലെ ഒരു വേറെ പ്രൊമോഷൻ ആണെങ്കിലും എല്ലാവരോടും അതിനെക്കുറിച്ച് പറയാനും സിനിമ കാണാൻ ആയിട്ടുള്ള പ്രൊമോഷന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുക, ഗ്രൂപ്പ് ഉണ്ടാക്കുക, അങ്ങനത്തെ. എനിക്കറിയാം ശ്രുതി എല്ലാ സിനിമയ്ക്കും, എല്ലാ നല്ല സിനിമകൾക്കും അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് സിനിമയ്ക്കും വേണ്ടി നിൽക്കുന്ന ഒരാളാണ്. പക്ഷെ അതിന്റെ ഒരു വലിയൊരു ബെനിഫിഷ്യറി അല്ലെങ്കിൽ എന്നുള്ള രീതിയിൽ ലൈക്ക് ഐ എം റിയലി ഗ്രേറ്റ്ഫുൾ ഫോർ ഹെർ. ശ്രുതിയുടെ അടുത്ത സിനിമയ്ക്കായിട്ടാണ് ഞാൻ വളരെ ക്യൂരിയസ് ആയിട്ട് കാത്തിരിക്കുന്നത്, ശ്രുതി എന്താണ് അടുത്ത് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതും. Shruti, as a filmmaker, I'm really excited about her work. What is she going to do next എന്നുള്ളത് വളരെ ക്യൂരിയസ് ആയിട്ട് ഞാൻ കാണുന്ന ഒരു ഫിലിം മേക്കറാണ് ഇപ്പോൾ കേരളത്തിലെ ശ്രുതി. സോ ഐ ഹോപ്പ് ഷീ മേക്സ് ഹെർ നെക്സ്റ്റ് വെരി വെരി സൂൺ. Even we are also waiting for that. അപ്പൊ അത് പറയുമ്പോൾ ശിവരഞ്ജനിയുടെ അടുത്ത പ്രൊജക്ട് ഞാൻ ഒന്നും ആലോചിച്ചിട്ടില്ല. കുറച്ച് ഇതുപോലെ വൺ ലൈൻസ് ഉണ്ട് കയ്യിൽ, അത് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു പ്ലാനൊക്കെ ആയിട്ടിരിക്കുന്നു. PhD കംപ്ലീറ്റ് ചെയ്യാനുള്ള തിരക്കിലാണ്. ഉടനെ തന്നെ സിനിമ റിലീസ് കഴിഞ്ഞാൽ നേരെ അത് കംപ്ലീറ്റ് ചെയ്യുക, ഒരു 6 months അത് തീർക്കാന്നുള്ളതിലാണ് നിൽക്കുന്നത്. ഓൾ ദി ബെസ്റ്റ് ഫോർ ദാറ്റ്. PhDയുടെയും അടുത്ത പ്രൊജക്ടിനൊക്കെ എല്ലാ ആശംസകളും. വളരെ സന്തോഷം. കാരണം ഒന്ന് എനിക്കറിയില്ല അത് പബ്ലിക്കായിട്ട് അങ്ങനെ പറയാമെന്ന്. ഇത് ഇങ്ങനെയുള്ള ഈ ഒരു സ്കീമിൽ വന്നിട്ടുള്ളത് ഇത്രയും അപ്രീസിയേഷൻ ഐ മീൻ പുറത്ത് പോകാൻ അവസരം കിട്ടിയ സിനിമകളും കുറവാണ്. അപ്പോ ആ നിലയ്ക്കും ഇറ്റ്സ് കൈൻഡ് ഓഫ് സാറ്റിസ്ഫൈങ് ആണ്. ഞാൻ പറയുന്ന എല്ലാവർക്കും ആക്ച്വലി അത്ഭുതമാണ്. കാരണം ഈ ഫിലിം ഫെസ്റ്റിവൽസ്, ഇന്റർനാഷണൽ ഫെസ്റ്റിവൽസിനെല്ലാം വേൾഡ് പ്രീമിയർ അവർ ചോദിക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ നമുക്ക് തന്നെ ഒരുപാട് ഫെസ്റ്റിവൽസ് IFFK കഴിഞ്ഞിട്ട് ചോദിച്ചിരുന്നു. അപ്പൊ ഞാൻ വേൾഡ് പ്രീമിയർ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ എടുത്തേനെ എന്ന് അവർ പറഞ്ഞു. ഇപ്പൊ ബുസാനിലെ ആണെങ്കിലും ഒക്കെ നമുക്ക് വേൾഡ് പ്രീമിയർ ആണെങ്കിൽ ഞങ്ങൾ കൺസിഡർ ചെയ്തേനെ എന്നൊക്കെ. പക്ഷെ അത് ഷാങ്ഹായ് അത് എടുത്തത് വലിയൊരു അത്ഭുതമാണ്. നമ്മളങ്ങനെ ക്യൂറേറ്റേഴ്സ് ഒന്നും അല്ലാതെ ഡയറക്ട്ലി അപ്ലൈ ചെയ്തിട്ടാണ് നമുക്ക് കിട്ടിയത് ഷാങ്ഹായ്. അപ്പൊ എവിടെയോ എന്തോ ഒരു സപ്പോർട്ട് ഉള്ള പോലെയാണ് ഈ സിനിമയ്ക്ക്. ഇതിനകത്ത് പിന്നെ എനിക്ക് തോന്നുന്നു അത് നമ്മളെല്ലാരും വളരെ സ്നേഹിച്ച് ചെയ്തൊരു സിനിമയാണ്. നമ്മളെല്ലാരും ഇതിലേക്ക് വർക്ക് ചെയ്ത എല്ലാവർക്കും ഭയങ്കരമായിട്ട് സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ട് ഇങ്ങനെ ഒരു അവസരം കിട്ടി, അങ്ങനെ സ്നേഹിച്ച് ചെയ്തൊരു സിനിമയാണ്. അതാണ് ഞാൻ പറഞ്ഞ ഈ ഒരു നമ്മൾ വെറുതെ ആളുകളുടെ എഫേർട്ടും ഇതും ഉപയോഗിച്ചിട്ട് അവർക്ക് പേയ്മെന്റ് ഒന്നും കൊടുക്കാതെ അവരെ അങ്ങനെ ചെയ്യുന്ന സിനിമയേക്കാൾ നമുക്ക് എന്തുകൊണ്ട് ഇത് ആളുകൾക്കൊക്കെ ഒരു
വർക്ക് ചെയ്യാൻ അത്രയും എനിക്ക് തോന്നിയത്, എനിക്ക് തോന്നുന്നു പേയ്മെന്റും കൂടെ ഉണ്ട് അതിനകത്ത്. കാരണം അതൊരു ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. നമ്മളത് ഈ പാഷന്റെ പുറത്ത് നമുക്ക് എന്താ പറയാ, വയറ് നിറയില്ലല്ലോ. അപ്പോ അതും കൂടെ എനിക്ക് തോന്നുന്നു ഇത്തരത്തിലുള്ള ഫണ്ടുകളാണ് നമുക്ക് ആവശ്യം ഇനി അങ്ങോട്ടേക്കുള്ള. ഒരു ഡിസ്റ്റിങ്ക്റ്റീവ് ഫാക്ടറാണ്